ഓക്കെ. അപ്പൊ ഇത് എന്റെ ആക്കുമ്പോ ആരെങ്കിലും ഉണ്ടാവുമല്ലോ അല്ലേ ടീച്ചറെ? ഐഫോണുള്ള ആരെങ്കിലും അവരെ ഹോസ്റ്റ് ആക്കിയാല് അവർക്ക് വേഗം മീറ്റിംഗ് എൻഡ് ചെയ്യാൻ പറ്റും. കമർനിസ അവർക്ക് ഉണ്ടെന്ന് തോന്നണം അല്ലേ? കമർനിസ അത് സമീർ കമർനിസ, നമ്മളത് കമർബാനു ആണ്. കമർബാൻ അല്ലേ? കമർബാനില് കമറും ഇല്ലല്ലോ ഇതില്. സമീറക്ക് ഉണ്ടോ ഐഫോണ്? ഷാക്കിയാന്റെ ഐഫോണോ? ഷക്കിയ ആക്കിക്കോ ടീച്ചറെ. ഷാക്കിയാനെ ഞാൻ ഹോസ്റ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോ നിങ്ങളില്ലേ ഇടയിൽ നിന്ന് ലെഫ്റ്റ് ആയി പോയേക്കല്ലേ, അന്നേരം മീറ്റിംഗ് എൻഡ് ആയി ശ്രദ്ധിക്കണം. അപ്പോ ലാസ്റ്റ് കഴിഞ്ഞാല് ഒന്ന് എന്റെ ഓൾ കൊടുത്താൽ മതി കേട്ടോ. ഓക്കെ. പക്ഷെ മറ്റുള്ളവർ എങ്ങനെയാന്ന് ഇതാക്കാം, സ്പീക്കർ ഓൺ ആക്കി കൊടുക്കാം? ഇതില്ലേ ഹോസ്റ്റ് ആക്കിയാൽ മതി. എങ്ങനെ അറിയോ ഹോസ്റ്റ് ചെയ്യേണ്ടത്? ഇപ്പൊ നമ്മള് പിന്നെ ഏറ്റവും മേലെ XWK PTDW അങ്ങനെ കാണുന്നില്ലേ? അതെ. അത് തൊട്ട് കഴിഞ്ഞാൽ നമ്മൾ ഈ ഗ്രൂപ്പിലുള്ള ലിസ്റ്റ് കാണാൻ കഴിയും. ഇതിൽ എത്ര ആൾക്കാരുണ്ട്. ആ പേരിന്റെ സൈഡില് 3 ഡോട്ട് ഇല്ലേ, അത് തൊട്ട് കഴിഞ്ഞാൽ ആഡ് ആസ് എ കോ ഹോസ്റ്റ് എന്ന് കാണും. അപ്പൊ നിങ്ങൾക്ക് വേറെ ആൾക്കാരെ ഹോസ്റ്റ് ആക്കാം. ഓക്കെ. പിന്നെ അതുപോലെ മേലെ അതിന്റെ ഏറ്റവും മേലെ കണ്ട മ്യൂട്ട് എവരിവൺ, ഏറ്റവും മേലെ ഷെയർ ജോയിനിങ് ഇൻഫോ, അതിന്റെ താഴെ ആ മ്യൂട്ട് എവരിവൺ ഒന്ന് എടുക്കാം. അപ്പൊ ലെറ്റ് എവരിവൺ അൺമ്യൂട്ട് എന്നുണ്ട് അവിടെ. ഇവിടെ ഒരു ബ്ലൂ അല്ലേ ഉള്ളത്, അതൊന്നിങ്ങനെ ഇതാക്കുമ്പോ മാറി. ഇപ്പൊ കണ്ടോ? ഇപ്പൊ എല്ലാരും മ്യൂട്ടായി. ഹോസ്റ്റിന് മാത്രമേ സംസാരിക്കാൻ പറ്റൂ. അപ്പൊ നിങ്ങൾ ഇതൊന്ന് ശ്രദ്ധിച്ചാല് നിങ്ങളുടെ ടീച്ചർക്ക് ഒന്നും കൂടി എളുപ്പമാവും. ഇനി ആരൊക്കെ വേണ്ട വെച്ചാൽ അവരെയും കൂടി ഒന്ന് ഹോസ്റ്റ് ആക്കിയാല് പിന്നെ കൂടുതൽ ചെയ്യാൻ പറ്റും അല്ലേ? കൺട്രോൾ ചെയ്യാം. ലാസ്റ്റ് ക്ലാസ് കഴിയുമ്പോ എൻഡ് ആക്കാനും മനസ്സിലായോ? എൻഡ് ആക്കേണ്ടത് നമ്മൾ ഈ ഫോണിൽ നിന്ന് നമ്മൾ സാധാരണ പോലെ തന്നെ എൻഡ് ചെയ്യുമ്പോ നമ്മൾ ഐഫോൺ ഉള്ളവർക്ക് ഇങ്ങനെ കാണിക്കും എൻഡ് ഓൾ എന്നുള്ള ഓപ്ഷൻ. അപ്പൊ എൻഡ് ഓൾ കൊടുത്തുകഴിഞ്ഞാല് മീറ്റിംഗ് എൻഡ് ആവും. കഴിഞ്ഞ പ്രാവശ്യം ഒരുപാട് ലോങ് ആയി പോയല്ലേ ടീച്ചറെ? ക്ലാസ് എത്രയോ സമയം ഇങ്ങനെ റെക്കോർഡായിന്നാ പറയണ. എന്റെ ഓള് കാണിക്കുമായിരിക്കും അല്ലേ? എൻഡ് ഓൾ കാണിക്കും. അപ്പൊ ഷക്കിയ അതൊന്ന് സ്ട്രോങ് ആയിട്ട് നിക്കുക കേട്ടോ, പൊക്കിളയിൽ ഇടയ്ക്ക് വെച്ചിട്ട്. അപ്പൊ തുടങ്ങി. ബിസ്മില്ലാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. اللهم فانفعنا بما علمتنا وعلمنا ما ينفعنا وزدنا علما. اللهم لا سهل إلا ما جعلته سهلا وأنت تجعل الحزن إذا شئت سهلا. فنعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. السلام عليكم ورحمة الله وبركاته. അൽഹംദുലില്ലാ, അള്ളാഹുവിന്റെ മഹത്തായ ഫദ്ലുണ്ട്. നമ്മൾ ഖുർആൻ പഠനത്തിനൊരു എളുപ്പ വഴി, അതിലെ 11ാമത്തെ യൂണിറ്റിലേക്ക് പ്രവേശിക്കുകയാണ്. അൽഹംദുലില്ലാ. ഇതുവരെ കഴിഞ്ഞതെല്ലാം നിങ്ങൾ മനസ്സിലാക്കി എന്ന് വിചാരിക്കുന്നു. ഞാൻ ചോദിക്കട്ടെ, കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതൊക്കെ നമ്മള് ആദ്യം നമ്മൾ പറഞ്ഞു അറബിക് പദങ്ങളെ അല്ലെ, ഭാഷയില് പദങ്ങളെ 3ആക്കി നമ്മൾ ഡിവൈഡ് ചെയ്തു. ഏതൊക്കെയാണ് പദങ്ങളെ 3ആക്കി അല്ലെ? നാമം, 2 അവ്യയം, 3 ക്രിയകൾ അല്ലെ? അപ്പൊ നാമത്തിന് പകരം, നാമം എന്ന് പറഞ്ഞാൽ അറിയാം, സ്ഥലം, സാധനം, ആളുകള്, ഒരാശയം, ഇതിന്റെയൊക്കെ പേരിനെ സൂചിപ്പിക്കുന്ന പദം. അപ്പൊ ആ നാമത്തിന് പകരം നിൽക്കുന്നവയാണ് നമ്മൾ പറഞ്ഞു മെയിൻ ആയിട്ട് നമ്മൾ അറബി ഭാഷയെ നിയന്ത്രിക്കുന്നവ. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറഞ്ഞല്ലേ. അതാണ് ഹുവാഹും അൻതാൻതും അനാനഹ്നു ഹിയ അല്ലെ? ഇത്രയാണ്. അതിനെ നമ്മൾ നാമങ്ങളോട് ആഡ് ചെയ്ത് പറഞ്ഞു അല്ലെ? ആദ്യം നമ്മൾ എന്ത് ചെയ്തു? അല്ലെങ്കിൽ റബ്ബ്, കിതാബ്, പിന്നെ മുസ്ലിം അല്ല, അങ്ങനെ ഓരോ വാക്കുകളുടെ കൂടെ, നൗണിന്റെ കൂടെ നമ്മൾ നാമങ്ങളെ കൂടെ ആഡ് ചെയ്ത് നമ്മൾ പറഞ്ഞു. ഉദാഹരണം കിതാബുഹു, കിതാബുഹും. ഹുവാഹും അൻതാൻതും അനാനഹ്നുവിനെ നമ്മള് നാമങ്ങളോട് ആഡ് ചെയ്ത് പറയുകയാണ് അല്ലെ? കിതാബുഹു, കിതാബുഹും, കിതാബുക, കിതാബുക്കും, കിതാബി, കിതാബുന, കിതാബുഹ. ക്ലിയർ ആണല്ലോ? അത് കഴിഞ്ഞ് നമ്മൾ പറഞ്ഞു അവ്യയങ്ങൾ, പ്രിപ്പോസിഷൻസ് അല്ലെ? ബി, ഫി, അല, ഇല, മീൻ, അൻ, മഅ, ഇല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ കുഞ്ഞു കുഞ്ഞു വാക്കുകൾ അല്ലെ? അത് ഒറ്റയ്ക്ക് നിൽക്കുമ്പോ അർത്ഥം ഉണ്ടാവില്ല, പക്ഷെ ഒന്നിനോട് ചേരുമ്പോ പൂർണ്ണമായ ആശയം നൽകുന്ന പദങ്ങളാണെന്ന് നമ്മൾ പഠിച്ചു. അപ്പൊ അതിനോടുകൂടി നമ്മൾ ചേർത്ത് എങ്ങനെയാ പറഞ്ഞത്? ഹുവാഹും അൻതാൻതും അനാനഹ്നു എങ്ങനെ ആഡ് ചെയ്തു?
ഫോർ എക്സാമ്പിൾ ബി വെച്ചിട്ട് ഹുവ ചേർത്ത് എങ്ങനെ പറഞ്ഞു? ഹുവാഹും എങ്ങനെ ആഡ് ചെയ്തു? ഒരാൾ പറഞ്ഞേ, ആർക്ക് പറയാം? ബി വെച്ചിട്ട് ഷക്കിയ മ്യൂട്ട് മാറ്റി ഒന്ന് പറഞ്ഞോളി. ബിയോ ഫിയോ ഏതെങ്കിലും ഒന്ന് ആഡ് ചെയ്തിട്ട് നമ്മൾ എങ്ങനെ പറയും? ഹുവാഹും അൻത അൻതും അനാ നഹ്നു. കേട്ടില്ല. ബിഹി, ബിഹിം. കേൾക്കുന്നില്ല, പറയുവാണോ? ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ എല്ലാവരും? മ്യൂട്ട് മാറ്റാൻ കഴിയുന്നില്ല എന്ന് വിചാരിക്കുന്നു. റബ്ബഹു റബ്ബഹും റബ്ബുക റബ്ബുക്കും അത് നമ്മൾ നാമങ്ങളോട് ചേർത്ത് പറഞ്ഞു. ഓക്കെ, മാഷാഅല്ലാഹ്, ജസാഖുല്ലാഹ് ഖൈർ. അടുത്ത നെക്സ്റ്റ് പ്രിപ്പോസിഷൻസ്. ഇപ്പം ബി, ഫി, ഇല, അല, അതിനോട് എങ്ങനെയാ ചേർത്ത് പറയാ ഷക്കിയ? അത് നാമം വെച്ചിട്ട് പറയുന്നതാ പൂർണ്ണക്രിയ. ഇല്ല, നാമം വെച്ചിട്ട് നമ്മൾ പറഞ്ഞു റബ്ബുഹു റബ്ബുഹും റബ്ബുക്കും റബ്ബുക്കും റബ്ബി റബ്ബും. അടുത്തത് ബി, ഫി, ഇല, അല, അതിനോട് എങ്ങനെയാ ചേർത്ത് പറഞ്ഞത്? ബി പ്ലസ് ഹുവ. ബിഹി, ബിഹിം, ബിക്ക, ബിക്ക, ബിക്കും, ബി, ബിന, ബിഹ. ഫിയൊന്ന് പറഞ്ഞേ, ഫിയൊന്ന് പറഞ്ഞേ. ഫീഹി, ഫീഹി, ഫീഹിം, ഫീക, ഫീക്കും, ഫിയ, ഫീന, ഫീഹ. ഇല വെച്ചിട്ടൊന്ന് പറഞ്ഞേ. ഇല അടുത്ത ആള് പറഞ്ഞേ. ന്യൂട്ടൊന്ന് മാറ്റി കൊടുത്തേ. റബിയ, റബിയ ആണോ അതോ വേറെ ആരുണ്ട്? നജാത്ത്. ഇലൈഹ. മാഷാഅല്ലാഹ്, ജസാക്കുമുല്ലാഹ് ഖൈർ, ബാറക്കല്ലാഹു ഫീ. ഇനി അല വെച്ചൊന്ന് പറഞ്ഞു നോക്കിയേ. അല, അലൈഹി. കൈകാട്ടി പറയണേ വിത്ത് ടിപി. അലൈഹി, അലൈഹിം, അലൈക, അലൈക്കും, അലയ്യ, അലൈന, അലൈഹ. നമ്മളിതൊക്കെ പറയുന്നത് നിങ്ങൾക്ക് അത് റിവിഷൻ ചെയ്ത് റിമൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പഴയതിലേക്കൊക്കെ ഒന്ന് പോകുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? ഇപ്പൊ കിട്ടിയോ എല്ലാവർക്കും? മിൻ വെച്ചൊന്ന് പറഞ്ഞേ. അടുത്തൊരാള് പറയാത്തൊരാള് പറഞ്ഞേ. മിൻ, മിൻഹു, മിൻഹും, മിൻക, മിൻകും, മിന്നി, മിന്ന, മിൻഹ. മാഷാഅല്ലാഹ്, മാഷാഅല്ലാഹ്, ജസാക്കുമുല്ലാഹ് ഖൈർ. അപ്പൊ നമ്മള് നാമങ്ങളോട് ചേർത്ത് പറഞ്ഞു, അടുത്ത പ്രിപ്പോസിഷൻ ചേർത്ത് പറഞ്ഞു. ഇനി അടുത്ത എന്താണ്? ക്രിയകളാണ് നമ്മൾ ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. മെയിൻ റോൾ ഇവർക്കാണ്. ക്രിയകൾ ഇവർക്കെല്ലാം ഉണ്ടെങ്കിലും ക്രിയകളാണ് നമുക്ക് ശരിക്കും മനസ്സിലാക്കേണ്ടത്. വളരെ രസകരമായിട്ടും വളരെ സിമ്പിൾ ആയിട്ടാണ് നമ്മൾ പഠിക്കുന്നത് അല്ലെ? അൽഹംദുലില്ലാഹ്. നമ്മൾ ക്രിയകൾ എന്ന് പറയുമ്പോൾ പറഞ്ഞു, എന്താണ് ക്രിയകള്? നമ്മള് പ്രവൃത്തി അല്ലെ? അത് കാലവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന പ്രവൃത്തികളാണ് അല്ലെ ക്രിയകള്? ഇല്ലേ? ആണോ? നടന്നു, ഇരുന്നു, കഴിച്ചു, പോയി, വന്നു എന്നൊക്കെ പറയുമ്പോ എന്താണ്? അത് ഒരു കാലവുമായി ബന്ധപ്പെട്ടാണ് അല്ലെ? ചെയ്യുന്ന പ്രവൃത്തികളെയാണ് സൂചിപ്പിക്കുന്നത്. ഓക്കെ, അത് നമ്മൾ തുടക്കം നമ്മൾ പറഞ്ഞു പൂർണ്ണക്രിയ. ഒരാൾ ചെയ്ത് കഴിഞ്ഞ കാര്യങ്ങളാണ് ഈ പറയുന്നത്. അപ്പൊ നമ്മളിപ്പോ പറഞ്ഞ എന്താണ്? ഫതഹ, അവൻ തുറന്നു. ഫതഹ എന്ന് പറയുമ്പോൾ തുറന്നു എന്നാണ്. പക്ഷെ ആ ഫതഹ എന്നുള്ള വേർഡില്, ആ ക്രിയയിൽ ആരൊളിഞ്ഞിരിപ്പുണ്ട്? നമ്മുടെ ഹുവ ഇതിൽ എംബഡഡ് ആണ് അല്ലെ? അതിൽ തന്നെ ഉണ്ട്. അപ്പൊ നമ്മള് വലതുവശത്തേക്ക് കൈ ചൂണ്ടി പറഞ്ഞു ഫതഹ, അവൻ തുറന്നു. ഫതഹു, അവർ തുറന്നു. ഫതഹ്ത, നീ തുറന്നു. ഫതഹ്തു, നിങ്ങൾ തുറന്നു. ഫതഹ്തു, ഞാൻ തുറന്നു. ഫതഹ്ന, നമ്മൾ തുറന്നു അല്ലെ? ഇനി അടുത്ത നമ്മൾ പറഞ്ഞു ഈ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം നമ്മൾക്ക് പറയണം അല്ലെ? ഇപ്പൊ കഴിഞ്ഞ കാര്യം പറഞ്ഞു, ഒരാൾ തുറന്ന കാര്യം പറഞ്ഞു. ഇനി അടുത്തത് തുറക്കുന്നു, തുറക്കുന്നു എന്നൊക്കെ പറയണം. എങ്ങനെ പറയും? അപ്പൊ നമ്മൾ വലതുവശത്തേക്ക് കൈ കുറച്ചൊന്ന് മുകളിലേക്ക് ഉയർത്തിയിട്ട് യഫ്തഹു, യഫ്തഹൂന. അപ്പൊ അവൻ തുറന്നു. അടുത്തത് തഫ്തഹു, തഫ്തഹൂന. നീ തുറന്നു, നിങ്ങൾ തുറക്കുന്നു അല്ലെ? നീ തുറക്കുന്നു, നിങ്ങൾ തുറക്കുന്നു. അടുത്തത് അഫ്തഹു, ഞാൻ തുറക്കുന്നു അല്ലെങ്കിൽ തുറക്കും. നഫ്തഹു, നമ്മൾ തുറക്കുന്നു അല്ലെങ്കിൽ തുറക്കും. ഇനി നമുക്ക് കൽപ്പിക്കണം അല്ലെ ഒരാളോട്? കൽപ്പന, ഒരാൾ ഓർഡർ ചെയ്യുന്നു. പക്ഷെ നമ്മള് മറ്റുള്ളവരോട് പറയുന്നത് നമ്മൾ കൽപ്പനയായിട്ട് പറയും അല്ലെ? പക്ഷെ അള്ളാഹുനോടാകുമ്പോ നമ്മൾ എന്ത് ചെയ്യും? അത് അപേക്ഷ രൂപത്തിലാണ് പറയുന്നത് അല്ലെ? അപേക്ഷിക്കലാണ്. നമ്മളങ്ങനെ പറഞ്ഞു ഇപ്പൊ ഫതഹയുടെ കൽപ്പന ക്രിയ എങ്ങനെ പറയും? ഒരു തരം ചൂണ്ടി പറയും ഇഫ്തഹ്. സുക്കൂനാണ്, ശ്രദ്ധിക്കും. ഇഫ്തഹ്, ഇഫ്തഹ് എന്ന് പറയുമ്പോ എങ്ങനെയാണ്? ഹായ്ക്ക് സുക്കൂനാണ് അല്ലെ?
ഹായ്ക്ക് സുക്കൂനാണ്, സുക്കൂന്. മറക്കല്ലേ. ഇഫ്തഹ്, ഇഫ്തഹൂ. അപ്പൊ ഇഫ്തഹ് നീ തുറക്കൂ, ഇഫ്തഹൂ നിങ്ങൾ തുറക്കൂ. നിങ്ങൾ അപ്പൊ നമ്മൾ അള്ളാഹുനോടാകുമ്പോ നമ്മൾ എങ്ങനെ പറയും? അള്ളാഹു ഇഫ്തഹ്ലീ, അള്ളാഹു ഞങ്ങൾക്ക് തുറന്നു തരുന്നു. ഞങ്ങളൊരു സെന്റൻസ് എപ്പോഴും പറയാറുണ്ട് പള്ളിയിൽ പ്രവേശിക്കുമ്പോൾ, ഓർമ്മയുണ്ടോ? അള്ളാഹു ഇഫ്തഹ്ലീ, അള്ളാഹു നീ എനിക്ക് തുറന്നു തരയണമേ, അല്ലെ? അള്ളാഹുനോടാകുമ്പോ നമ്മള് അപേക്ഷിക്കും, അല്ലെ? അപ്പൊ അപേക്ഷിക്കും അതേ റിക്വസ്റ്റിനും കൽപ്പനയ്ക്കും ഒരേ പദമാണ്. ഓക്കെ, ഇത് സൗണ്ട് ഉള്ളവർ മ്യൂട്ട് ചെയ്യണേ കേട്ടോ, സൗണ്ട് ഉള്ളവർ മ്യൂട്ട് ചെയ്യണേ പ്ലീസ്. അപ്പൊ ഇഫ്തഹ് നീ തുറക്കൂ, കൽപ്പനക്രിയ നമ്മൾ പുതിയ പഠിച്ചത് ഇതാണ്. കൽപ്പനക്രിയ എങ്ങനെയിരിക്കും? ഇഫ്തഹ് ഒരു വിരൽ ചൂണ്ടി, ഇഫ്തഹൂ നിങ്ങൾ തുറക്കൂ. അടുത്ത തുറക്കരുത്, നീ തുറക്കരുത് എങ്ങനെ പറയും? ലാ തഫ്തഹ്. മാഷാഅല്ലാഹ്. ലാ തഫ്തഹ് സുക്കൂനാണ്, ഹായ്ക്ക് സുക്കൂൻ, ലാസ്റ്റ് എൻഡിങ് സുക്കൂൻ ആയിരിക്കുവേ. ലാ തഫ്തഹ് ഒരാളെ പറയുമ്പോൾ, ഇനി ലാ തഫ്തഹു, ഇനി നിങ്ങൾ തുറക്കരുത്. ലാ തഫ്തഹു. അപ്പൊ 4 വിരൽ ചൂണ്ടിയിട്ട് നമ്മളിങ്ങനെ വേണ്ടാന്ന് നമ്മൾ പറയുന്നില്ല, തഫ്തഹു. ഓക്കെ, ഇത്ര വരെയാണ് നമ്മൾ പഠിച്ചത്. എല്ലാവർക്കും ഓർമ്മ വന്നോ? ഒന്നുകൂടെ പറയാം. ഫതഹ ഫതഹു പൂർണ്ണക്രിയെ, ഫതഹ ഫതഹു, ഫതഹ്ത ഫതഹ്തും, ഫതഹ്തു ഫതഹ്ന, യഫ്തഹു യഫ്തഹൂന, തഫ്തഹു തഫ്തഹൂന, അഫ്തഹ് നഫ്തഹു. ഇനി ഇഫ്തഹ്, ഇഫ്തഹു, ലാ തഫ്തഹ്, ലാ തഫ്തഹു. ഓക്കെ, അപ്പൊ അടുത്തൊരു ക്രിയ ആർക്ക് പറയാം? യഫ്തഹു അവൻ തുറക്കുന്നു എന്ന് പറഞ്ഞായിരുന്നു. ഏതാ? യഫ്തഹു അവൻ തുറക്കുന്നു. അത് നമ്മൾ പറഞ്ഞല്ലോ, അപൂർണക്രിയയും പറഞ്ഞല്ലോ, യഫ്തഹു യഫ്തഹൂന. അത് കഴിഞ്ഞിട്ടാ കൽപ്പനക്രിയയിൽ വന്നത്. ആ, നമ്മൾ കൽപ്പനക്രിയ പഠിപ്പിച്ചല്ലേ നിർത്തിയത്, അല്ലേ? ആ, അപ്പൊ ഇനി ഒരു ക്രിയ ഒരാൾ ഒന്ന് പറഞ്ഞേ, അടുത്തൊരാൾ പറഞ്ഞേ. ഷബാന ഉണ്ടോ? ഷബാന? ജാല, ജാല ഒന്ന് പറഞ്ഞേ. ജാല ജാലു ജാലത ജലപ്തം ജലത്തു ജാലന, യജ്വല യജ്വലുന, തെജ്വല തെജ്വലുന, അജ്വലു നജ്വലു, ഇജ്വൽ ഇജ്വലു, ലം തെജ്വൽ ലാ തെജ്വൽ. ലാ തജ്വലു. മാഷാഅല്ലാഹ് മാഷാഅല്ലാഹ്. ഓക്കെ, ജസാക്കുമുല്ലാഹ് ഖൈറ. അടുത്ത ഒരാൾക്ക് ബഅസ പറയാൻ പറ്റുമോ? ഞാൻ റബി പറയാം. ഉണ്ടോ? ഞാൻ പറയാം. ബഅസ ബഅസു, ബഅസ്ത ബഅസ്തും, ബഅസ്തു ബഅസ്ന, ബഅസ്തു യബഅസു യബഅസൂന, തബഅസു തബഅസൂന, അബഅസു നബഅസു. മാഷാഅല്ലാഹ്. കൽപ്പനക്രിയ പറഞ്ഞേ. ഇബഅസ് ഇബഅസു, ലാ തബഅസ് ലാ ലാ തബഅസു. തബഅസു. മാഷാഅല്ലാഹ്, അൽഹംദുലില്ലാഹ്, ജസാക്കുമുല്ലാഹ് ഖൈറ. അപ്പൊ ഞാൻ അങ്ങോട്ട് ചോദിക്കുകയാണ് ഇനി കേട്ടോ. നീ തുറക്കൂ എങ്ങനെ പറയും നമ്മൾ അറബിയില്? നീ തുറക്കൂ. മാഷാഅല്ലാഹ് മാഷാഅല്ലാഹ്. നിങ്ങൾ തുറക്കരുത്, നിങ്ങൾ തുറക്കരുത് ഞാൻ പറയാണ്. അപ്പൊ നിങ്ങൾ എങ്ങനെ അറബി പറയും? ലാ തഫ്തഹു. ലാ തഫ്തഹു. മാഷാഅല്ലാഹ് മാഷാഅല്ലാഹ് മാഷാഅല്ലാഹ്, ജസാക്കുമുല്ലാഹ്. നെക്സ്റ്റ്, അവൻ ആക്കുന്നു അല്ലെങ്കിൽ അവൻ ആക്കും എങ്ങനെ പറയും? കേട്ടില്ല, ക്ലിയർ ആയില്ല, സൗണ്ട് പോയി. ആരോ പറഞ്ഞു ഉത്തരം. യജ്അലു, അവൻ ആക്കുന്നു അല്ലെങ്കിൽ ആക്കും, അല്ലെ? മാഷാഅല്ലാഹ്, ജസാക്കുമുല്ലാഹ് ഖൈറ. നീ ആക്കൂ എങ്ങനെ പറയും നമ്മൾ? ഇജ്അൽ, ഇജ്അൽ. ഓക്കെ, നിങ്ങൾ നിങ്ങൾ ആക്കൂ എങ്ങനെ പറയും? ഇജ്അലു. ഇജ്അലു. മാഷാഅല്ലാഹ് മാഷാഅല്ലാഹ് മാഷാഅല്ലാഹ്, ജസാക്കുമുല്ലാഹ് ഖൈർ. ഓക്കെ, അപ്പോ നമ്മൾ ഈ വേർഡുകൾ നിങ്ങൾ അർത്ഥം, നമ്മൾ ഈ തന്ന ടേബിളിലെ വാക്കുകളുടെ അർത്ഥം നിങ്ങൾ പഠിക്കുന്നുണ്ടല്ലോ. ജാല ആക്കി, അല്ലെ? അവൻ ആക്കി. ഫതഹ അവൻ തുറന്നു. ബഅസ അവൻ നിയോഗിച്ചു അല്ലെങ്കിൽ ഉയർത്തെഴുന്നേറ്റു. ഇങ്ങനെയൊക്കെ അർത്ഥമുണ്ട്. നഫ അങ്ങനെ കുറച്ച് വേർഡുകൾ തന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ നിങ്ങളൊന്ന് പഠിച്ച് മനസ്സിലായിക്കോണം കേട്ടോ, ഇൻഷാ അല്ലാഹ്. ഇപ്പൊ ഇത്രയും ഓക്കെ ആണല്ലോ. അപ്പൊ നമുക്ക് അടുത്ത ക്രിയയിലേക്ക് പോവാം. ലാനന്റെ പൂർണ്ണക്രിയ ഒന്ന് പറഞ്ഞുതരൂ. ലഅന, ലഅന ലഅനു, ലഅൻത ലഅൻതും, ലഅൻതു ലഅന്ന. അവിടെ 2 നൂന്. ലഅന്ന. ശബ്ദന്നെ ഉണ്ടല്ലേ, നൂനിന് ശബ്ദമല്ല വേണ്ടേ? അതെ അതെ, ലഅന്ന 2 എണ്ണം വരുന്നുണ്ട് കേട്ടോ. അടുത്തടുത്ത് വരുന്നവ ചേർത്തങ്ങ് ശബ്ദാക്കി എഴുതില്ല, അന്ന. ഓക്കെ, അത് നമ്മൾക്ക് ടേബിൾ തരാവേ. ഞാൻ തന്നിട്ടുണ്ടോ മൊത്തത്തില്? ഞാൻ ഫോട്ടോ അയച്ചു തന്നായിരുന്നു നിങ്ങൾക്ക് ലീഡേഴ്സിന്? ഇല്ല, കൊറേ ആഴ്ച വന്നിട്ടുണ്ടോ? കുറച്ച് വെച്ച് തന്നിട്ടുണ്ടായി. അതിൽ ഞാൻ ഉണ്ടായില്ല. അല്ല, എല്ലാത്തിന്റെയും ടേബിൾ ഉണ്ടായിരുന്നില്ല, കൊറേ ഉണ്ടായിരുന്നു. ലഅന്ന ടേബിൾ ഉണ്ട് കേട്ടോ, ഞാൻ അയച്ചു തരാവേ ഇൻഷാ അല്ലാഹ്. ലഅന്ന അല്ല,
ലാം ഐന് പിന്നെ നൂൻ ഷദ്ദ ലഅന്ന യൽഅനു യൽഅനൂന തൽഅനു തൽഅനൂന അൽഅനു നൽഅനു. അപ്പൊ കൽപ്പന എങ്ങനെ ഇരിക്കും? ഇൽഅൻ ഇൽഅനു. കേട്ടോ, ലഅന ശപിച്ചതാണ്. ഇൽഅൻ നീ ശപിക്കൂ, നിങ്ങൾ ശപിക്കൂ. ലാ തൽഅൻ നീ ശപിക്കരുത്, ലാ തൽഅനു നിങ്ങൾ ശപിക്കരുത്. ഓക്കെ, അപ്പൊ ഇത്രയും നമ്മൾ ഫോമാണ്. ഒരു വെർബിന്റെ ഒരു ക്രിയ കിട്ടിയാല് നിങ്ങൾക്ക് ഇത്രയും രൂപങ്ങളാക്കാൻ കഴിയും. മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാഹ്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഇതുവരെ ഉള്ളത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത സൂറയിലേക്ക് പോകാം. എന്നിട്ട് ബാക്കി ഒരു പോർഷൻ കൂടെ നമുക്ക് കവർ ചെയ്യാനുണ്ട്. ഓക്കെ, ഇൻഷാ അല്ലാഹ്. അടുത്ത സൂറ സൂറത്തുൽ മാഊൻ. സൂറത്തുൽ മാഊൻ. ഇത് ഒന്നും കൂടി പറയൂ ടീച്ചറെ. ഏതാ ഇതിപ്പോ പറഞ്ഞത് പറയും. ലഅനോ ലഅനോ ഇൽഅൻ ഇൽഅനു ഇൽഅൻ നീ ശപിക്കൂ. ഇൽഅൻ നൂൻ സുക്കൂൻ. ഇൽഅനു ഇൽഅനു നിങ്ങൾ ശപിക്കൂ. ലാ തൽഅൻ നീ ശപിക്കരുത്. ലാ തൽഅനു നിങ്ങൾ ശപിക്കരുത്. അപ്പൊ ഇത് ടേബിൾ അയച്ചു തരാം കേട്ടോ. നിങ്ങൾക്ക് ഞാൻ അയച്ചു തന്നിട്ട് തന്നെ ഇതാക്കി കൊണ്ടുപോകുള്ളൂ. ഓക്കെ, ഇൻഷാ അല്ലാഹ്. ഞാൻ സൊല്ലി എന്ന് പറഞ്ഞാൽ നീ നമസ്കരിക്കൂന്നല്ലേ? നീ അത് വേറൊരു രൂപമാണ്. സൊല്ലി യഥാർത്ഥത്തില് കൽപ്പന ക്രിയയാണ്. അതെങ്ങനെയാ വരുന്നത് നമ്മൾ അടുത്തടുത്ത സെക്ഷനിൽ പഠിക്കും ഇൻഷാ അല്ലാഹ്. ഇത് നമ്മൾ നോർമലി പാരന്റിംഗ് ഗ്രൂപ്പാണ് നമ്മളിപ്പോ പഠിക്കുന്നത്. ഫതഹ, ജഅല, നഫഅ, ഇതൊക്കെ ഒരു ഫോമാണ്. അത് ടീച്ചർ ക്വസ്റ്റ്യൻ ഉണ്ടല്ലേ, അപ്പൊ അതന്നെയാണോ അർത്ഥം നോക്കിയതാണ്. കേൾക്കുന്നില്ലല്ലോ ഒന്നും. ഫോണ് വന്നിണ്ടാവും. എന്താ ടീച്ചർക്ക് ഫോൺ വന്നിട്ടാ? ടീച്ചർ ഇപ്പൊ ഒന്നും പറയുന്ന കേൾക്കുന്നില്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. കട്ടായി പോയിട്ടോ. അതെ, ടീച്ചർ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. കോള് വന്നപ്പോഴേ കട്ടായി പോയി. ഒരു സെക്കൻഡ്, ഒരു സെക്കൻഡ്. അസ്സലാമു അലൈക്കും വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. സ്ക്രീൻ കാണുന്നുണ്ടോ? ഒന്നും വന്നിട്ടില്ല. കാണുന്നുണ്ടല്ലോ. ഓക്കെ ഓക്കെ. കാണുന്നുണ്ട്. അൽഹംദുലില്ലാഹ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സ്ക്രീൻ കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അറഅയ്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ. സൂറത്ത് മാഊനാണ്. എല്ലാവരും ശ്രദ്ധിക്കണേ. നമ്മൾ ഇതിൽ പഠിച്ച വേർഡുകളാണ് ഈ പച്ച കളറിൽ കാണുന്നത്. എല്ലാവരും കാണുന്നുണ്ടോ? അറഅയ്തല്ലദീ ഉണ്ടോ? അല്ലദീ എന്താണ് അർത്ഥം? യുകദ്ദിബു ബിദ്ദീൻ. ദീൻ എന്താ? അല്ലെ, പ്രതിഫലം ഒന്നുണ്ട്. പിന്നെ അല്ല, വിചാരണ, ജീവിതവ്യവസ്ഥ, മതം, ഇങ്ങനെ അർത്ഥങ്ങൾ ധാരാളം ഉണ്ട്. മ്യൂട്ടാക്കണേ ഷക്കിയ, എല്ലാവരും ഒന്ന് മ്യൂട്ടാക്കിയ വേറെ ശബ്ദങ്ങൾ വരുന്നുണ്ട്. ഞാൻ ചോദിക്കുമ്പോ ഒരാൾ മാത്രം മ്യൂട്ട് മാറ്റി പറഞ്ഞാൽ മതിയേ. എല്ലാവരും മ്യൂട്ടാക്കി. ഓക്കെ. أرأيت الذي يكذب بالدين. بسم الله الرحمن الرحيم. أرأيت الذي يكذب بالدين فذلك الذي يدعو اليتيم. فذلك الذي يدعو اليتيم. الذي അറിയാം. يدعو اليتيم. യതീം നിങ്ങൾ കേട്ടിട്ടുള്ള വാക്കാണ്. യതീം എന്താണ്? അനാഥ അല്ലെ. ولا يحض
അലാ തുആമിൽ മിസ്കീൻ വല ലാ അല്ല വാവ് എന്താണ് അല അറിയാം. അല എന്താ അർത്ഥം? ഒരാൾ പറഞ്ഞേ. മേലെ മേൽ അല്ലെ? മേൽ. അലാ തുആമിൽ മിസ്കീൻ. അപ്പൊ മിസ്കീൻ അറിയാം. മിസ്കീൻ അഗതികൾ, അഗതികളുടെ എന്നുള്ളതാണ്. വഴിയെ മനസ്സിലാക്കാം. ഫവൈലുൽ ലിൽ മുസല്ലീൻ അല്ലദീന ഹും. കണ്ടോ? അല്ലദീന അറിയാം, ഒരു കൂട്ടർ. ഹും അറിയാം, എന്താണ്? അവർ. അൻ സ്വലാത്തിഹിം. അൻ എന്താ അർത്ഥം? നമ്മൾ പഠിച്ചു അൻ സംബന്ധിച്ചല്ലേ, കുറിച്ച്. കുറിച്ച് സംബന്ധിച്ച്. അൻ സ്വലാത്തിഹിം. സ്വലാത്ത് അറിയാം അല്ലെ? സ്വലാത്ത് നമസ്കാരം. സ്വലാത്തിഹിം എന്താ അർത്ഥം? അവരുടെ നമസ്കാരം അല്ലെ? അവരുടെ നമസ്കാരം. മാഷാഅല്ലാഹ്. അല്ലദീനഹും അൻ സ്വലാത്തിഹിം സാഹൂൻ അല്ലദീനഹും യുറാഊൻ. അപ്പൊ അല്ലദീന അറിയാം, ഹും അറിയാം. വയംനഊനൽ മാഊൻ. ഈ യംനഊന നമ്മൾ എവിടെ കണ്ടു? പറയും. മനഅ. മാഷാഅല്ലാഹ്, ജസാക്കുമുല്ലാഹു ഖൈറ. മനഅയുടെ അപൂർണ ക്രിയയാണ് അല്ലെ? മനഅ മനഉ, മനഅത മനഅതും, മനഅതു മനഅനാ, യംനഉ യംനഊന. കണ്ടോ? അതാണ് യംനഊനൽ മാഊൻ. മാഷാഅല്ലാഹ്, ജസാക്കുമുല്ലാഹു ഖൈറ. അപ്പൊ നമുക്ക് അർത്ഥത്തിലേക്ക് പോകാം കേട്ടോ. അപ്പൊ അതിന് മുന്നേ ആയിട്ട് ജസ്റ്റ് ഒരു കാര്യം കൂടെ, നമുക്ക് അടുത്ത ഭാഗം നമുക്ക് പഠിക്കാനുള്ളത്. നമ്മൾ ഇതുവരെ പഠിച്ചത് പൂർണ്ണക്രിയ, അപൂർണക്രിയ, കൽപ്പനക്രിയ, വിരോധക്രിയ. ഓക്കെ ആണല്ലോ? 16 ഫോം നമ്മൾ പഠിച്ചല്ലേ? ആണോ? ക്രിയകളുടെ പൂർണ്ണക്രിയ 6, അപൂർണക്രിയ 6. അപ്പൊ 12 പിന്നെ 2 കൽപ്പന, 2 വിരോധം. അപ്പൊ 14. ഓക്കെ. നെക്സ്റ്റ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് എന്താണ്? നമ്മള് ചെയ്യുന്ന, ഇപ്പൊ നമ്മൾ ഈ കർമ്മങ്ങളൊക്കെ ഒരു ക്രിയകൾ ചെയ്തല്ലോ, ആ ചെയ്യുന്നവനെ നമ്മൾ എന്ത് പറയും? ഇപ്പം തുറന്നു. അപ്പൊ തുറക്കുന്നവൻ എങ്ങനെ പറയും? ആ തുറന്നവനെ പറ്റി നമ്മൾ എങ്ങനെ പറയും? ഫാത്തിഹുൻ. എങ്ങനെ പറയും? ഇപ്പൊ ഫതഹാണ് വേണമെങ്കിൽ ആ തുറന്നവൻ എങ്ങനെ പറയും? ഫാത്തിഹുൻ. ക്ലിയർ ആണോ? നമ്മൾ അടുത്ത പഠിക്കാൻ പോകുന്ന സ്റ്റെപ്പ് ഇതാണ്. ഫാത്തിഹുൻ തുറക്കുന്നവൻ, മഫ്തൂഹുൻ തുറക്കപ്പെടുന്നത്. ഓക്കെ? എങ്ങനെ? ഫാത്തിഹുൻ മഫ്തൂഹുൻ. അപ്പം കർത്താവ് ചെയ്യുന്ന ആ ഒരു ക്രിയ ചെയ്യുന്ന ആൾ ആരാണ്? അതാണ് കർത്താവ് അല്ലെ? അതാണ് ഫാത്തിഹുൻ. കേട്ടോ? മനസ്സിലാക്കി? ഇപ്പൊ ജഅല അവനാക്കി. അപ്പൊ ആക്കുന്നവൻ എന്ത് പറയും? ജാഇലുൻ. എളുപ്പമാണ് ആ വേർഡ് പറയാൻ. ജാഇലുൻ. അപ്പൊ അത് ആക്കപ്പെടുന്നത് അല്ലെങ്കിൽ ആ പ്രവൃത്തി നമ്മൾ എങ്ങനെ പറയും? മജ്ഊലുൻ. കണ്ടോ? മീം വെച്ച് കൊടുത്താൽ മതി. മജ്ഊലുൻ. ഓക്കെ? പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വരും. അവൻ പ്രയോജനം ചെയ്തു. അപ്പം പ്രയോജനം ചെയ്യുന്നവൻ നമ്മൾ എങ്ങനെ പറയും? ആ ചെയ്യുന്നവനെ നാഫിഉൻ. കണ്ടോ? നാഫിഉൻ. ഓക്കെ? ഏതൊരു പ്രവൃത്തി അത് ചെയ്യുന്നവനെ ഉണ്ടാക്കാൻ എളുപ്പമാണ്. ആ തരുന്ന വെർബിന്റെ കൂടെ നീട്ടി കൊടുത്താൽ മതി അല്ലേ? ഫതഹ ആണെങ്കിൽ ഫാത്തിഹുൻ, ജഅലയാണെങ്കിൽ ജാഇലുൻ, നഫഅ നാഫിഉൻ. ക്ലിയർ ആണോ? ബഅസ ബാഇസുൻ. കണ്ടോ? എളുപ്പമാണ് മനസ്സിലാക്കാൻ. ലഅന ലാഇനുൻ. ശപിക്കുന്നവൻ ലാഇനുൻ. കണ്ടോ? മനഅ തടഞ്ഞു. അപ്പൊ തടയുന്നവൻ എങ്ങനെ പറയും? മാനിഉൻ. എല്ലാവർക്കും ക്ലിയർ ആയോ പറഞ്ഞത്? സ്ക്രീൻ കാണുന്നുണ്ടോ എല്ലാവർക്കും? കാണുന്നുണ്ട്. അപ്പൊ ഫതഹ ആണ് എങ്കിൽ നമുക്കിപ്പോ ഒരു വെർബ് കിട്ടി. എങ്ങനെ? അവൻ തുറന്നു നമുക്ക് മനസ്സിലായി. അപ്പൊ ഈ തുറക്കുന്നവൻ നമ്മൾ എങ്ങനെ പറയും? ഫാത്തിഹൻ. എങ്ങനെ? ഫാത്തിഹൻ. രണ്ടാമത് ആ തുറക്കപ്പെടുന്നതിന് എങ്ങനെ പറയും? മഫ്തൂഹൻ. മഫ്തൂഹൻ. ഈ 2 വേർഡുകളും പഠിക്കുക കേട്ടോ. ഫാത്തിഹൻ, മഫ്തൂഹൻ. അടുത്ത ജഅലയാണ്. ജഅല എങ്ങനെ പറയും? ജാഇലുൻ. ഓക്കെ? ആക്കുന്നതല്ലേ, ആക്കപ്പെടുന്നത് മജ്ഊലുൻ. ഇങ്ങനെയാണ് നമ്മൾ ഒരു വെർബിനെ കിട്ടിയാൽ അതിന്റെ കർത്താവ് കർമ്മം എഴുതുന്നത്. ഓക്കെ? കർത്താവാണ് ഫാത്തിഹൻ, അതുപോലെ അതിന്റെ കർമ്മമാണ് മഫ്തൂഹൻ. നിങ്ങളൊന്നും കേട്ട് പേടിക്കേണ്ട. നമ്മളിങ്ങനെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ വന്നോളും. ഓക്കെ? ഇൻഷാ അല്ലാഹ്. അപ്പൊ നമ്മൾ ഫതഹ പറയുമ്പോ ഫതഹ ഫതഹു, ഫതഹ്ത ഫതഹ്തും, ഫതഹ്തു ഫതഹ്നാ. അടുത്തത് യഫ്തഹു യഫ്തഹൂന, തഫ്തഹു തഫ്തഹൂന, അഫ്തഹു നഫ്തഹു. എന്നിട്ട് പറയും ഇഫ്തഹ് ഇഫ്തഹു, ലാ തഫ്തഹ് ലാ തഫ്തഹു. എന്ന് നമ്മൾ അടുത്ത പറയുന്നതാണ് ഫാത്തിഹുൻ.
മഫ്തൂഹുൻ. ഓക്കെ, ഇങ്ങനെയാണ് കേട്ടോ. ഇനി ഒന്നുകൂടെ വരാനുണ്ട്, നമുക്ക് അടുത്ത ഇതിൽ പറയാവേ. ഇപ്പം അടുത്ത ജാല. ജാലക്ക് ഇങ്ങനെ പറയും ജാഇലുൻ. കർത്താവ് എങ്ങനെ? ജാഇലുൻ. അത് ചെയ്തവൻ എങ്ങനെ പറയും? ജാഇലുൻ. രണ്ടാമത്തെ കർമ്മത്തിന് മജ്ഊലുൻ അല്ലെ, അത് ചെയ്യപ്പെടുന്ന ആക്കപ്പെടുന്നത് അല്ലെ, ആക്കുന്നത് എന്നുള്ളതാണ് മജ്ഊലുൻ. രണ്ടാമത് അടുത്തത് നഫഅ. അപ്പം ആ പ്രയോജനം ചെയ്യുന്നവൻ എങ്ങനെ പറയും? നാഫിഉൻ അല്ലെ. നമ്മൾ പേരിടാറില്ലേ നാഫിഅ എന്ന്? ഇല്ലേ, മക്കൾക്ക് പേരിടാറില്ലേ നാഫിഉൻ? കേട്ടിട്ടില്ലേ? പ്രയോജനം ചെയ്യുന്നവൻ അല്ലേ, നാഫിഉൻ അല്ലെ, നാഫിഉൻ. അപ്പൊ ആ പ്രയോജനം ചെയ്യപ്പെടുന്നതിന് എന്ത് പറയും? മൻഫൂഉൻ. ഓക്കെ, മൻഫൂഉൻ. നോക്കിനോട് മീൻ വെക്കും, മൻഫൂഉൻ. അടുത്ത ബഅസ. രണ്ടിന്റെ അർത്ഥം ഒരുപോലെ വരുന്നത്. അതെ അതെ, ചെയ്യപ്പെടുന്നത്, ചെയ്യുന്നവൻ. ആക്കുന്നത്, ആക്കപ്പെടുന്നത്. പ്രയോജനം ചെയ്യുന്നവൻ, പ്രയോജനം ചെയ്യപ്പെടുന്നത്. ബാഇസുൻ, ഉയർത്തെഴുന്നേൽപ്പിക്കുന്നവൻ അല്ലെങ്കിൽ നിയോഗിക്കുന്നവൻ. അടുത്തത് നിയോഗിക്കപ്പെടുന്നത് മബ്ഊസുൻ. ഓക്കെ, ലഅന, ലാഇനുൻ ശപിക്കുന്നവൻ, മൽഊനുൻ ശപിക്കപ്പെടുന്നത് അല്ലെങ്കിൽ ശപിക്കുന്നത്. മനസ്സിലായോ? ക്ലിയർ ആണോ? ആരും മിണ്ടുന്നില്ല. അള്ളാ, എല്ലാരും പോയോ? എന്റെ റബ്ബേ, എല്ലാരും ഓക്കെ ആണോ? പേടിക്കണ്ട കേട്ടോ, നമുക്ക് പ്രാക്ടീസിലൂടെ വന്നോളും. ഇത് അത്രയും പ്രാക്ടീസ് ആണ്. വേർഡുകൾ നിങ്ങൾക്ക് ഫെമിലിയർ ആവുമ്പോ ഈസി ആയിരിക്കും ഇൻഷാ അല്ലാഹ്. ഓക്കെ, മനഅ നോക്കിയേ, മനഅ തടഞ്ഞു. അപ്പൊ തടയുന്നവൻ എങ്ങനെ പറയും? മാനിഉൻ. ഓക്കെ, മാനിഉൻ. അപ്പൊ തടയപ്പെടുന്നത് മംനൂഉൻ. കേട്ടിട്ടുണ്ടോ? മംനൂഉൻ. ഈ വാക്കുകളൊക്കെ നിങ്ങൾക്ക് ഇങ്ങനെ ഫെമിലിയർ ആയിട്ട് വരും കേട്ടോ. അപ്പൊ ഇൻഷാ അല്ലാഹ് ഫാസ്റ്റ് ആയിക്കോളും. റഫഅ, ഉയർത്തി. അപ്പൊ ഉയർത്തുന്നവൻ എങ്ങനെ പറയും? ഉയർത്തുന്നവൻ അല്ലെ, അള്ളാന്റെ പേര് പറയല്ലേ, റാഫിഉൻ അല്ലെ. റഫീഉൻ എന്നൊക്കെ നമ്മൾ അള്ളാന്റെ നാമം പറയും അല്ലെ, റാഫിഉൻ. പിന്നെന്താണ്? ഉയർത്തപ്പെടുന്നത് മർഫൂഉൻ. ജമഅ. അപ്പൊ ജാമിഉൻ അല്ലെ, ജാമിഉൻ. ഓക്കെ, അപ്പൊ കൂട്ടപ്പെടുന്നത് മജ്മൂഉൻ. ഇൻഷാ അല്ലാഹ് ഇന്ന് ആ ടേബിളിലേക്ക് വരുന്നുണ്ടേ. ഓക്കെ, അപ്പൊ നോക്കിയേ, ജലസ ഇരുന്നു കേട്ടോ. അപ്പൊ ഇരിക്കുന്നവൻ എങ്ങനെ പറയും? ജാലിസുൻ കേട്ടോ. നസറ സഹായിച്ചു. അപ്പൊ സഹായത്തിന് നസ്റുൻ. നസ്റുല്ലാഹി, നസ്റു സഹായം, നസ്റുൻ സഹായം. ഓക്കെ, അപ്പം ഇതുപോലെയാണ് നമുക്ക് രൂപങ്ങൾ മാറ്റുക. ഇൻഷാ അല്ലാഹ് വഴിയെ നമുക്ക് അതിലേക്ക് വരാം. നിങ്ങൾ ആരും പേടിക്കണ്ട കേട്ടോ. ഇത് കേട്ടിട്ട് ഇനി പ്രാക്ടീസ് ചെയ്യാനുണ്ട്. ഈ സൂറയിലേക്ക് പോകുമ്പോൾ നമുക്ക് വഴിയെ ചെയ്യാം ഇൻഷാ അല്ലാഹ്. ഓക്കെ, അപ്പം ഒന്ന് നോക്കിയേ, സൂറത്ത് മാഊൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അറഅയ്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ. അപ്പൊ ഗ്രാമർ അവിടെ നിൽക്കട്ടെ, നമുക്ക് ആയത്തിലേക്ക് വരാം. അറഅയ്തല്ലദീ, എന്താ? അറഅയ്ത. ഇപ്പൊ ഫഅൽത എന്ന് പറഞ്ഞാൽ നീ പ്രവർത്തിച്ചു അല്ലെ. റഅയ്ത, നീ കണ്ടു എന്നാണ്. അപ്പൊ ആ കൂടെ അതിന് വെച്ചു കൊടുക്കുമ്പോ അലിഫ് ഹംസ ഫത്ത ആ വെച്ചാല് നീ കണ്ടു. അപ്പൊ റഅയ്ത, നീ കണ്ടു. അപ്പൊ അറഅയ്ത എന്ന് വെക്കുമ്പോ നീ കണ്ടു. അപ്പൊ വെറും റഅയ്ത, നീ കണ്ടു. എന്റെ കൂടെ അലിഫ് ഹംസ ഫത്ത ആ വെക്കുമ്പോ അറഅയ്ത, നീ കണ്ടുവോ ചോദ്യമായി. ഓക്കെ, ആ വോയിസ് ഉള്ളവരൊന്ന് മ്യൂട്ട് ചെയ്യണേ മോളെ. ഷക്കിയ, ആരൊക്കെയാണ് ഒന്ന് അതന്നെ മ്യൂട്ട് ആക്കിയേ. അല്ലതി അറിയാം. യുകദ്ദിബു എന്താണ്? അവൻ കളവാക്കുന്നു അല്ലെ. യുകദ്ദിബു, അവൻ കളവാക്കുന്നു. അപ്പൊ അല്ലതി യുകദ്ദിബു, കളവാക്കുന്നവനെ. കണ്ടോ? കളവാക്കുന്നവനെ നീ കണ്ടു. എന്തിനെ കളവാക്കുന്നു? ബിദ്ദീൻ, പ്രതിഫല നടപടിയെ അല്ലെ, നമ്മുടെ ദീനിനെ അല്ലെ. അപ്പൊ പ്രതിഫല നടപടിയെ. അപ്പൊ പരലോകത്ത് നമുക്ക് ഇനിയൊരു പ്രതിഫലം തരാനുള്ള ഒരു വേദി ഉണ്ടല്ലേ, ആ ഒരു പരലോകമുണ്ട് എന്നുള്ളതിനെ കളവാക്കുന്നവരാണല്ലേ അവിശ്വാസികൾ അല്ലെ. പരലോക വിശ്വാസം അല്ലെങ്കിൽ ഉയർത്തെഴുന്നേൽപ്പ്, ഇതൊന്നും അവർക്ക് വിശ്വാസമേ ഇല്ലാത്ത കാര്യങ്ങളാണ്. അപ്പൊ അവർ പ്രതിഫല നടപടിയെ കളവാക്കുന്നവനെ നീ കണ്ടുവോ എന്നുള്ളത് ചോദിക്കുന്നു. അപ്പൊ ആരാണ് അവരുടെ സ്വഭാവം എന്താണെന്ന് വഴിയെ പറയുന്നുണ്ട്. അപ്പൊ ഇവിടെ എന്താ അർത്ഥം? അറഅയ്തല്ലദീ യുകദ്ദിബു, കദ്ദബ അവൻ കളവാക്കി, യുകദ്ദിബു അവൻ കളവാക്കുന്നു. അപ്പം അല്ലദീ യുകദ്ദിബു കളവാക്കുന്നവനെ, ബിദ്ദീൻ പ്രതിഫല നടപടിയെ കളവാക്കുന്നവനെ നീ കണ്ടു. അപ്പൊ ഇവിടെ എല്ലാരും ശ്രദ്ധിച്ചേ,
ബിദ്ദീനി. കണ്ടോ, നമ്മൾ ഓതി നിർത്തുന്ന എന്താ? അറഅയ്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ. സുക്കൂൻ കൊടുത്ത് നിർത്തും അല്ലെ. യഥാർത്ഥത്തിൽ അതിൽ ഗ്രാമാറ്റിക്കൽ ആയിട്ട് എന്താ അവിടെ വരുന്നത്? ബിദ്ദീനി. കാണുന്നുണ്ടോ? ബി വന്നപ്പോ ദീനെ കസ്ര ചെയ്താണ് നിർത്തിയത്. ഓക്കെ, ക്ലിയർ? എല്ലാവർക്കും മനസ്സിലായോ? അലിഫ് ഹംസ ഫത ആണോ ഉണ്ടോ എന്നുള്ള ചോദ്യത്തിനാണ് നമ്മൾ മാലിക് യൗമിദ്ദീൻ നമ്മൾ മുമ്പ് പഠിച്ചു. അതേ ദീൻ തന്നെയാണ് ഇവിടെയും പറയുന്നത്. പ്രതിഫല നടപടിയെ കളവാക്കുന്നവനെ നീ കണ്ടു. ക്ലിയർ? മറുപടി പറഞ്ഞേ ആരെങ്കിലും? ഓക്കെ ആണോ? ഓതേണ്ടത് അങ്ങനെ ഓതുക. നമ്മൾ നിർത്തുമ്പോ ബിദ്ദീൻ, നിർത്തുമ്പോ സ്റ്റോപ്പ് ഫുൾ അവിടെ സുക്കൂൻ കൊടുത്തേ നിർത്താവൂ. അങ്ങനെയാണ്. പക്ഷെ യഥാർത്ഥത്തിൽ റൂൾ അവിടെ എങ്ങനെയാ വന്നിരിക്കുന്നത്? ബിദ്ദീനി അല്ലെ. പക്ഷെ നമ്മൾ ഓതുമ്പോ സുക്കൂൻ കൊടുത്ത് നിർത്തണം. അതാണ് റൂള്. പക്ഷെ ഗ്രാമാറ്റിക്കലി ബിദ്ദീനി. കണ്ടോ, കസ്ർ കൊടുത്താൽ നിർത്തുന്നത്. അപ്പൊ നമ്മൾ ചിന്തിക്കുമല്ലേ എന്തുകൊണ്ടാ ഇങ്ങനെ വന്നത്? ഇപ്പൊ ബിസ്മില്ലാഹി മിൻ ശർരി അല്ലെ, ബിദ്ദീനി. കണ്ടോ, ബി വന്നപ്പോ തൊട്ടടുത്ത വേർഡ് കസ്ർ ചെയ്യപ്പെട്ട് നിർത്തും. അങ്ങനെയാണ് റൂള്. പക്ഷെ നമ്മൾ പാരായണം ചെയ്യുമ്പോ ബിദ്ദീൻ സുക്കൂൻ കൊടുത്ത് നിർത്തും. ഓക്കെ, ക്ലിയർ? നെക്സ്റ്റ് അടുത്തത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയണ അവരെന്താണ് അവരുടെ പ്രത്യേകത? ഫദാലിക്കല്ലദീ യദ്ഉൽ യതീം. അപ്പോൾ അല്ലെങ്കിൽ അങ്ങനെ ഫദാലിക. ദാലിക എന്താണ്? അത് അല്ലെ, ദൂരെ ചൂണ്ടിക്കാണിക്കുന്ന ദാലിക. അടുത്തുള്ളത് ഹാദ അല്ലെ, ദൂരെയുള്ളത് ദാലിക. അങ്ങനെയല്ലേ നമ്മൾ പഠിച്ചത് കഴിഞ്ഞ ക്ലാസ്സില്? ഹാദ ദൂരെയുള്ളത് ദാലിക, ഹാദ അടുത്ത്. ദാലിക അത് അല്ലെ, ഹാദ ഇത്. കാണുന്നുണ്ടോ സ്ക്രീനില്? ഹാദ ഇത്, ദാലിക അത്. ഫദാലിക്കല്ലദീ അത് ഒരുവനാണ്. ആരാണ്? യദ്ഉ. ഐൻ ശബ്ദാണ് യദ്ഉ. ആട്ടി അകറ്റുന്നവൻ. അൽ യതീമ യതീമിനെ ആട്ടി അകറ്റുന്നവനാണ്. അപ്പൊ ഫദാലിക്കല്ലദീ യദ്ഉൽ യതീം അവൻ അനാഥയെ ആട്ടി അകറ്റുന്നവനാകുന്നു. അനാഥയെ ആട്ടി അകറ്റുന്നവനാണ്. ക്ലിയർ ആണോ? ഫദാലിക. അപ്പോൾ അത് എന്താണ്? അവൻ ആരാണ്? ആ ദീനെ കളവാക്കുന്നവന്റെ പ്രത്യേകത എന്താണ്? അവന്റെ ക്വാളിറ്റി എങ്ങനെ ഇരിക്കും? മോശപ്പെട്ട സ്വഭാവമായിരിക്കും. ഒന്നാമത്തത് അവൻ അനാഥയെ ആട്ടി അകറ്റുന്നവനായിരിക്കും. അപ്പൊ നമ്മളെല്ലാവരും ദീനിയാണ്, നമ്മൾ ഭയങ്കര ദീനനുസരിച്ചാണ് ജീവിക്കുന്നതെങ്കിൽ നമ്മൾ എന്തായിരിക്കും? അള്ളാഹുവിന്റെ റസൂലിനെ അനുസരിച്ച് ജീവിക്കുന്നവരാണെങ്കിൽ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെ നമ്മുടെ ജീവിതത്തിൽ അനാഥകളെ സംരക്ഷിക്കുന്നതിന്റെ പ്രാധാന്യം ഒക്കെ ഇതിലൂടെ നമ്മൾ പഠിപ്പിക്കുകയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലെ. അപ്പൊ അനാഥയെ ആട്ടി അകറ്റുന്നവൻ ആരായിരിക്കും? ദീനെ കളവാക്കുന്നവനായിരിക്കും. അത് ആരോ ആയിക്കോട്ടെ അല്ലെ. അനാഥയെ ആട്ടി അകറ്റുന്നവൻ എന്തായിരിക്കും? ദീനിനെ കളവാക്കുന്നവനാണ്. അതുകൊണ്ടാണ് അവന് അള്ളാഹുവിന്റെ പരലോകത്തെ അല്ലെങ്കിൽ വിചാരണയെ ഭയമില്ലാതെ അനാഥയെ ആട്ടി അകറ്റുന്നത് അല്ലെ. അപ്പൊ അനാഥയെ ആട്ടി അകറ്റുന്നവനാണ് അവൻ. ഫദാലിക്കല്ലദീ യദ്ഉ. ദഅ യദ്ഉ. കണ്ടോ, ദഅാണ് യദ്ഉ ആയതെ ആട്ടി അകറ്റുന്നു. ആരെ? അൽ യതീമ അല്ലെ, യതീമിനെ ആട്ടി അകറ്റുന്നവനാണ്. ക്ലിയർ ആണല്ലോ? ക്ലിയർ ആണോ എല്ലാവർക്കും? ഇത്രയും ഫദാലിക്കല്ലദീ യദ്ഉൽ യതീം. ഓക്കെ, അടുത്ത എന്താണ്? വലാ യഹുദ്ദു. എന്നിട്ട് അല്ലാഹു പറയാണ് വലാ യഹുദ്ദു. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയണ അവൻ പ്രേരിപ്പിക്കുന്നുമില്ല. ഹദ്ദ യഹുദ്ദു കേട്ടോ, യഹുദ്ദു. യഹുദ്ദു പ്രേരിപ്പിക്കുന്നു. ലാ യഹുദ്ദു പ്രേരിപ്പിക്കുന്നില്ല. കണ്ടോ, ലാ ചേർത്തപ്പോ നെഗറ്റീവായി. വലാ യഹുദ്ദു അവൻ പ്രേരിപ്പിക്കുന്നുമില്ല. എന്തിനെ? അലാ തുആമിൽ മിസ്കീൻ അഗതികളുടെ പാവപ്പെട്ടവരുടെ ഭക്ഷണ കാര്യത്തിൽ അവൻ പരസ്പരം അവൻ പ്രേരിപ്പിക്കുന്നുമില്ല അല്ലെ. ഒന്നുകിൽ പൈസ കൊടുക്കുകയില്ല, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി പ്രോത്സാഹനം മറ്റുള്ളവരെ പ്രേരിപ്പിക്കുന്നുമില്ല. അപ്പൊ അങ്ങനെയുള്ള സ്വഭാവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവർ ദീനിനെ കളവാക്കുന്നവരാണല്ലേ. യഥാർത്ഥത്തിൽ ദീനിനുള്ളവര് അവർ പാവപ്പെട്ടവരുടെ ഭക്ഷണ കാര്യത്തിൽ ശ്രദ്ധിക്കും അല്ലെ. അവർക്ക് വേണ്ടിയിട്ടുള്ള സംഘടനകളും കാര്യങ്ങളുണ്ടെങ്കിൽ അതിലേക്കൊക്കെ സഹായങ്ങൾ നൽകിക്കൊണ്ടേയിരിക്കുന്നവരായിരിക്കും. അപ്പൊ നമ്മൾ സ്വയം ഓരോരുത്തരും വിലയിരുത്തുക അല്ലെ. അവരവർ എന്താണ് നമ്മൾ ദീൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്തൊക്കെ പ്രവർത്തിക്കുന്നു? നിസ്കാരവും നോമ്പും എന്താണ് ദിക്റും ദുആയൊക്കെ മാത്രമാണോ? എന്തൊക്കെയാണ് മറ്റ് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരോട് എന്തൊക്കെ കണക്ഷൻ വെക്കാൻ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ ചിന്തിക്കുക. അപ്പൊ ദീൻ എന്ന് പറയുന്നത് അള്ളാഹുവിനോടുള്ളതും മനുഷ്യരോടല്ലേ. രണ്ടും പരസ്പര പൂരകങ്ങളാണ് ദീൻ എന്ന് പറയുന്നത് അല്ലെ. നാണയത്തിന്റെ ഇരുവശങ്ങൾ എന്നതുപോലെ അത് കണക്റ്റഡ് ആണല്ലേ. നമ്മൾ അങ്ങനെ പൂർത്തിയാക്കിയാൽ മാത്രമേ ദീന് പൂർത്തിയാവുകയുള്ളൂ. അല്ലാതെ ഒരു വശം മാത്രമല്ല അല്ലെ, ഇപ്പുറത്തെ ഭാഗം നമ്മൾ പൂർത്തിയാക്കണം. അള്ളാഹുവിനോടുള്ള കടപ്പാടുകൾ പോലെ, കടമകൾ അള്ളാഹുവിനോടുള്ളത് നിർവഹിക്കേണ്ടത് പോലെ തന്നെ മനുഷ്യരോട് നമുക്ക് കുറച്ച്
കടപ്പാടുകളും കടമകളും ഒക്കെ ഉണ്ട് അല്ലെ ഇൻഷാ അല്ലാഹ്. അപ്പൊ അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ആവർത്തിച്ച് പറഞ്ഞോ, അലാ തുആമിൽ മിസ്കീൻ, അവൻ അഗതിയുടെ ഭക്ഷണ കാര്യത്തിലും പ്രോത്സാഹനം നൽകുന്നില്ല. അപ്പൊ വലാ യഹുദ്ദു, അപ്പൊ യഹുദ്ദു പ്രേരിപ്പിക്കുന്നു, വലാ യഹുദ്ദു അവൻ പ്രേരിപ്പിക്കുന്നുമില്ല. നെഗറ്റീവായേ. അലാ തുആമി, കണ്ടോ അല വന്നപ്പോ തുആമി, ക്ലിയർ ആയോ? അലാ തുആമിൽ മിസ്കീൻ, കണ്ടോ മിസ്കീനി, അതും കസ്റത്ത് ചെയ്യപ്പെട്ടു, കണ്ടോ അലാ മിസ്കീൻ. അപ്പൊ അഗതിയുടെ എന്താണ് ആഹാരം നൽകൽ കാര്യത്തിൽ അവൻ പ്രേരിപ്പിക്കുന്നുമില്ല. അപ്പൊ തുആം ഭക്ഷണം, മിസ്കീൻ ഏകവചനമാണ്, അഗതി. അപ്പൊ അഗതികൾ എന്നെങ്ങനെ പറയും? മസാക്കീനു, ഉണ്ടോ മിസ്കീൻ മസാക്കീനു, അങ്ങനെയാണ്. അപ്പൊ ഇത് ബഹുവചനങ്ങളുടെ കൂട്ടത്തിൽ നിങ്ങൾ എഴുതുക, അസാധാരണ ബഹുവചനത്തിന്റെ കൂട്ടത്തിൽ എഴുതുക. ഓക്കെ, സാധാരണ ബഹുവചനം എങ്ങനെ ഇരിക്കും? ഊന വരും അല്ലെ, മുഅ്മിനൂന, മുസ്ലിമൂന, കാഫിറൂന അങ്ങനെ വരും. പക്ഷെ അസാധാരണ ആവുമ്പോഴത്തേക്കും ഈ രൂപത്തിലൊക്കെ ആയിരിക്കും മാറി മാറി വരിക. നമ്മൾ പറയലേ അസ്മാഉൻ, ഷയാത്തീനു, ഉണ്ടോ മസാക്കീനു, ഇങ്ങനെയൊക്കെ അസാധാരണ ബഹുവചനമാണ് കേട്ടോ. ആ കൂട്ടത്തിൽ എഴുതി വെക്കുക ഇൻഷാ അല്ലാഹ്. ഇപ്പോഴെല്ലാം ക്ലാസ് കഴിഞ്ഞിട്ട് എഴുതുക കേട്ടോ ഇൻഷാ അല്ലാഹ്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയണം അടുത്തത് ഫവൈലുൽ ലിൽ മുസല്ലീൻ, കണ്ടോ ഫവൈലുൻ, അപ്പോൾ അതിനാൽ നാശം. ഫവൈലുൽ ലിൽ മുസല്ലീൻ, ക്ലിയർ ആണോ? ഫവൈലുൻ, അപ്പോൾ അതിനാൽ നാശം. എന്താണ് വൈൽ എന്ന് പറഞ്ഞാൽ? നാശം എന്നുണ്ട്. നരകത്തില് ഒരു മലഞ്ചെരുവിന്, ഒരു താഴ്വരയ്ക്ക് വയലെന്ന് പറയുന്നുണ്ട് കേട്ടോ. വയലെന്ന് പേരാണ് പറയുന്നത്. അപ്പൊ നാശമാണ് അവർക്ക്. ആർക്ക്? ലിൽ മുസല്ലീൻ, നമസ്കാരക്കാർക്ക്. അപ്പൊ ആദ്യം മനുഷ്യനോടുള്ള കടപ്പാടുകൾ അള്ളാഹു പറഞ്ഞു അല്ലെ, അഗതിയുടെ ഭക്ഷണക്കാര്യം, അനാഥയുടെ കാര്യം ഒക്കെ പറഞ്ഞു. രണ്ടാമത് പറഞ്ഞെന്താണ്? നമസ്കാരം അവർ എന്തായിരിക്കും? അവരുടെ കാര്യം വളരെ മോശമായിരിക്കും. എങ്ങനെയാണ്? ഫവൈലുൽ ലിൽ മുസല്ലീൻ, നമസ്കാരക്കാർക്ക് നാശം. എങ്ങനെയുള്ള നമസ്കാരക്കാർ? നമുക്ക് നോക്കാം. സൊല്ലി നമ്മൾ പഠിച്ചല്ലേ, സൊല്ലി. അതിൽ സൊല്ലാണ് സൊല്ലി ആയത്, കൽപ്പന ക്രിയയായിട്ട് വന്നത്. ഇത് മുസല്ലീൻ, നമസ്കരിക്കുന്നവർ. ഓക്കെ, വൈലുൽ ലിൽ മുസല്ലീൻ, നമസ്കരിക്കുന്നവർ. അവരുടെ ക്വാളിറ്റി എന്താണ് പറയുന്നത്? അല്ലദീനഹും, അല്ലദീന നിങ്ങൾക്കറിയാം, ഒരു കൂട്ടർ, ഹും അവർ, ഒരു കൂട്ടർ എങ്ങനെ ഇരിക്കും? അൻ സ്വലാത്തിഹിം, തങ്ങളുടെ നമസ്കാരങ്ങളെ കുറിച്ച് സാഹൂൻ, അശ്രദ്ധരാണ്. കണ്ടോ? അപ്പൊ നമസ്കാരക്കാർക്ക് നാശം. എങ്ങനെയുള്ള നമസ്കാരക്കാർക്ക്? അവർ നമസ്കാരത്തില് അശ്രദ്ധരായിരിക്കും അല്ലെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ എന്താണ്? നമസ്കാരത്തിന്റെ ബാഹ്യരൂപം മാത്രമേ അവർക്ക് ഉണ്ടാവുള്ളൂ അല്ലെ, ആന്തരികമായിട്ട് ഒന്നും തന്നെ അവർക്ക്, അവർ പറയുന്ന ദിക്ർ എന്താണോ, ദുആ എന്താണോ, ദിക്ർ എന്താണോ എന്നുള്ളത്, അള്ളാഹിനെ കുറിച്ചുള്ള സ്മരണ നമസ്കാരത്തിൽ വളരെ കുറവായിരിക്കും. അശ്രദ്ധരായിട്ടായിരിക്കും അവർ നമസ്കരിക്കുക. അല്ലദീനഹും അൻ സ്വലാത്തിഹിം, തങ്ങളുടെ നമസ്കാരത്തെ കുറിച്ച്, കണ്ടോ അൻ കുറിച്ച്, സംബന്ധിച്ച്, സ്വലാത്തിഹിം അവരുടെ നമസ്കാരത്തെ കുറിച്ച്, അൻ സ്വലാത്തിഹിം സാഹൂൻ, സാഹൂൻ എന്ന് പറഞ്ഞാൽ അശ്രദ്ധരാണ്. അപ്പൊ സാഹിൻ അശ്രദ്ധൻ, സാഹൂൻ അശ്രദ്ധർ, കണ്ടോ സാഹൂൻ അശ്രദ്ധർ. ഇത്ര അർത്ഥം എല്ലാവർക്കും ക്ലിയർ ആയോ? ക്ലിയർ ആണ്? ഒന്ന് ഇതുവരെ ഒന്ന് പറഞ്ഞേ, ഒരാൾ പറഞ്ഞേ. ഒരാൾ ഈ ആയത്ത് പറഞ്ഞേ, കാണാതെ പറയാൻ പറ്റും നോക്കിയേ. യാതൊരു കൂട്ടർ കളവാക്കുന്നവർ, കളവാക്കുന്നവൻ, കളവാക്കുന്നവനെ, അല്ലദീ യുകദ്ദിബു എന്ന് പറഞ്ഞാല് കളവാക്കുന്നവനെ, ബിദ്ദീൻ എന്താണ്? ദീനിനെ, പ്രതിഫല നടപടിയെ അല്ലെ, പ്രതിഫല നടപടിയെ കളവാക്കുന്നവനെ നീ കണ്ടു. ഒരാളൂടെ പറഞ്ഞേ, കാണാതെ പറയാൻ പറ്റുമോ നോക്കിയേ. ഇതാണ് അല്ലദീ യുകദ്ദിബു ബിദ്ദീൻ. നീ കണ്ടുവോ? എന്താ? ദീനിനെ കളവാക്കി, കളവാക്കുന്നവനെ നീ കണ്ടു. അടുത്തത് ഫദാലിക്കല്ലദീ യദ്ഉൽ യതീം. എന്താണ്? ഒരാൾ പറഞ്ഞേ, പറയാത്ത ഒരാൾ പറഞ്ഞു. അവൻ അനാഥയെ ആട്ടി അകറ്റുന്നവനാണ് അല്ലെ. ഫദാലിക്കല്ലദീ യദ്ഉ, കണ്ടോ യദ്ഉ ആട്ടി അകറ്റുന്നു, അല്ലദീ യദ്ഉ ആട്ടി അകറ്റുന്നവൻ, കണ്ടോ ആട്ടി അകറ്റുന്നവൻ. ഓക്കെ, യതീമിനെ ആട്ടി അകറ്റുന്നു. വലാ യഹ്ദു അലാ തുആമിൽ മിസ്കീൻ, എന്താ അർത്ഥം? വലാ യഹ്ദു, അവൻ പ്രേരിപ്പിക്കുന്നില്ല, പ്രേരിപ്പിക്കുന്നുമില്ല
അഗതിയുടെ അവൻ പ്രേരിപ്പിക്കുന്നുമില്ല. മാഷാ അല്ലാഹ്, ജസാക്കല്ലാഹു ഖൈറ. പിന്നെന്താ പറഞ്ഞത്? ഫവൈലുൽ ലിൽ മുസല്ലീൻ, നാശം. എങ്ങനെയുള്ള നമസ്കാരക്കാർ? അല്ലദീനഹും ഒരു കൂട്ടർ കാര്യങ്ങളെ കുറിച്ച് അശ്രദ്ധരായവർ അല്ലെ. ഉളവും ശ്രദ്ധ കാണില്ല, നമസ്കാരത്തിൽ ഒരു ശ്രദ്ധ കാണില്ല, എന്ത് പറയുന്നു, എന്ത് ദിക്റാണ്, എന്ത് ഓതുന്നു പോലും യാതൊരു ശ്രദ്ധ അവർക്ക് ഉണ്ടായിരുന്നെങ്കിൽ ഉള്ള നമസ്കാരം അലസമായ അശ്രദ്ധമായ നമസ്കാരമായിരിക്കും. എന്നിട്ട് പറയുന്നു അല്ലദീനഹും യുറാഊൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു അവർ എന്താണ്? കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമസ്കരിക്കുന്നത് അല്ലെ, മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. യുറാഊൻ, യുറാഊൻ എരിയ എന്ന് കേട്ടിട്ടുണ്ട്. എരിയ ലോകമാന്യത, അരി വന്നത് അല്ലെ, യുറാഊൻ. അപ്പൊ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് അവർ നമസ്കരിക്കുന്നത്. ഒരു കൂട്ടർ അവർ മറ്റുള്ളവരെ കാണിക്കുന്നു. എന്നിട്ടോ വയംനഊനൽ മാഊൻ, വയംനഊന നമ്മൾ പഠിച്ചല്ലേ, മനഅൻ യംനഊന, അവർ തടയുകയും ചെയ്യുന്നു. കണ്ടോ, അർത്ഥം വരുന്നുണ്ടോ? എല്ലാവർക്കും മനസ്സിലായോ? ഞാൻ പറയാതെ തന്നെ നമുക്ക് പിടിയിട്ടു അല്ലെ. വയംനഊന, അവർ തടയുന്നു അല്ലെ, അവർ തടയുകയും ചെയ്യുന്നു. എന്തോന്ന്? അൽ മാഊൻ, നിസാരമായ സഹായം. പരസ്പര സഹായങ്ങളുണ്ടല്ലോ. നമ്മളിപ്പോ അടുത്ത വീട്ടിൽ ചെന്ന് അല്ലെങ്കിൽ ഒരു കത്തിയുണ്ടോ, അല്ലെങ്കിൽ ഒരു സൂചിയുണ്ടോ, അല്ലെങ്കിൽ ഒരു മൺവെട്ടി ഉണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോ ചിലർ തരൂല അല്ലെ. ചിലർ പറയും സന്ധ്യക്കേശം തരൂല, അത് എന്താണ് ദോഷമാണ്, അങ്ങനെ അങ്ങനെ പല കാരണങ്ങൾ പറയുന്നുണ്ട്. ചിലര് ഉണ്ടായിട്ട് പോലും കൊടുക്കൂല അല്ലെ. കാണും, പക്ഷെ അവർ കൊടുക്കാൻ അവർക്ക് തോന്നൂല. കാരണം അങ്ങനെ ഒരു സഹായം ചെയ്യാൻ അവർക്ക് തോന്നില്ല. കാരണം എന്താണ്? അവർക്ക് യഥാർത്ഥത്തിലുള്ള ദീനില്ല അല്ലെ, അള്ളാഹുവിനെ ഭയമില്ല, പരലോക വിചാരണയെ ഭയവുമില്ല. അതുകൊണ്ടാണ് അവർ ദീനിനെ കളവാക്കുന്നത്. അപ്പം നിസാരമായ സഹായങ്ങൾ ചെയ്യുക എന്നത് അല്ലെ, അതിലും വലിയ പുണ്യമാണ്. ഒരാളെ കണ്ട് പുഞ്ചിരിക്കുക എന്ന് പറയുന്നത് പോലും സ്വതക്കയാണ് അല്ലെ. കേട്ടിട്ടില്ലേ? പറയാറില്ലേ, നിങ്ങൾ ചെറിയ ചെറിയ നന്മകളൊന്നും വിട്ടുകളയരുത്. കാരണം അതെല്ലാം ഏറ്റവും അതായത് ഒരാളെ കണ്ട് പുഞ്ചിരിക്കുന്നതാണെങ്കിൽ പോലും അത് നിങ്ങൾ ഒഴിവാക്കരുത്. അതും സ്വതക്കയുടെ പ്രതിഫലമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചെന്ന കാര്യമാണ് അല്ലെ. അപ്പൊ ചെറിയ ചെറിയ നന്മകൾക്കും പ്രതിഫലം തന്നെയാണ്. അത് അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി ചെയ്യുക, മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ടല്ല അല്ലെ. അതാണ് പറയുന്നത് ഇവിടെ, നമസ്കാരക്കാർക്ക് നാശം, അവർ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി നമസ്കരിക്കുന്നു, അവർ അലസരായിട്ട് നമസ്കരിക്കും അല്ലെ. സാഹിൻ, കണ്ടോ, സാഹിൻ അശ്രദ്ധർ, സാഹൂൻ അശ്രദ്ധരായിട്ടല്ലേ, സാഹിൻ അലസൻ അല്ലെ, അശ്രദ്ധൻ, അതിന്റെ ബഹുവചനമാണ് സാഹൂൻ. ഇവിടെ പറഞ്ഞു അൻ സ്വലാത്തിയും സാഹൂൻ, അവർ നമസ്കാരങ്ങളെ കുറിച്ച് അശ്രദ്ധരാണ്, മാത്രമല്ല അവർ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി യുറാഊൻ, കണ്ടോ, യുറാഊൻ, അവർ കാണിക്കാൻ വേണ്ടി നമസ്കരിക്കുന്നു. പിന്നെന്താണ്? വയംനഊനൽ, അവർ തടയുകയും ചെയ്യുന്നു. എന്ത്? മാഊൻ, കുഞ്ഞു കുഞ്ഞ് നിസ്സാരമായ സഹായങ്ങളെ. ഓക്കെ, ക്ലിയർ ആണോ എല്ലാവർക്കും? ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസിലൂടെ പറയുന്ന എന്താണ്? അത് കപട വിശ്വാസിയുടെ നമസ്കാരമാണ്, അത് കപട വിശ്വാസിയുടെ നമസ്കാരമാണ്, അത് കപട വിശ്വാസിയുടെ നമസ്കാരം. 3 പ്രാവശ്യം പറഞ്ഞു. എന്താ? അതായത് അവൻ സൂര്യനെ നോക്കി കാത്തുകൊണ്ടിരിക്കും, എന്നിട്ട് അത് പിശാചിന്റെ 2 കൊമ്പുകൾക്കിടയിലായി തീരുമ്പോൾ അവൻ എഴുന്നേൽക്കും. അതായത് ടൈം തീരാറാവുമ്പോ ഓടിച്ചെന്ന് എന്ത് ചെയ്യും? ഒരു 4 വട്ടം കൊത്തും. അതിൽ അള്ളാഹുവിനെ അല്പമാത്രമല്ലാതെ അവൻ ഓർമ്മിക്കുകയില്ല. മനസ്സിലായോ? എന്ന് പറഞ്ഞാല് സൂര്യൻ പിശാചിന്റെ 2 കൊമ്പുകൾക്കിടയിൽ ആകുക എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? അസ്തമിക്കാൻ പോകുക എന്നർത്ഥം എന്നാണ് അതിന്റെ അർത്ഥം. മനസ്സിലായോ? അസ്തമന വേളയിലും ഉദയവേളയിലും ചില ആൾക്കാർ എന്ത് ചെയ്യും? ചില എന്താണ് മതക്കാർ അങ്ങനെ ആരാധിക്കുന്നുണ്ട്. എങ്ങനെ? അസ്തമന വേളയിലും ഉദയവേളയിലും അത് ആരാധിക്കാറുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൂചിപ്പിച്ചുകൊണ്ടാണ് ഇങ്ങനെ പ്രസ്താവിച്ചത്. അപ്പോൾ കപട വിശ്വാസിയുടെ നമസ്കാരം സമയം തെറ്റിച്ചുകൊണ്ടായിരിക്കും എന്നതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. എന്താണ്? സമയം കൊണ്ടായിരിക്കും. മനസ്സിലായോ? അത് സൂര്യാരാധകരുടെ ആരാധനയുമായി സാദൃശ്യമുള്ളതായി തീരുകയും ചെയ്യുന്നു. മനസ്സിലായോ? അപ്പൊ നമുക്ക് പറഞ്ഞിട്ടുണ്ടല്ലോ, സൂര്യൻ അസ്തമിക്കുന്ന ടൈം അല്ലെങ്കിൽ അത് ഉദയം, അങ്ങനെയുള്ള ടൈം നമുക്ക് സുബഹി കഴിഞ്ഞ് കുറെ കഴിഞ്ഞ് എന്താണ്, പിന്നെ അത് എൻഡിങ് ആയ പിന്നെ നമസ്കാരം പറ്റില്ലല്ലോ. എന്തുകൊണ്ടാണ്? അത് മറ്റു മതക്കാരുടെ ആരാധനയുടെ ഭാഗമാണ്.
അസ്തമന വേളയിലും ഉദയവേളയിലും സൂര്യന്റെ അസ്തമന വേളയിലും ഉദയവേളയിൽ നമസ്കരിക്കുക എന്നുള്ളത് മറ്റ് ആരാധന മുറകളിൽ പെട്ട അവിശ്വാസികളുടെ ആരാധനയിൽ പെട്ടതാണ്. അതുകൊണ്ടാണ് അതിനെ തീർത്തും പറഞ്ഞെന്താണ്, അത് കപട വിശ്വാസിയുടെ നമസ്കാരമാണ്. 4 കൊത്തു എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? അതായത് അതിലുള്ള ആവശ്യമായ നിയമങ്ങളും മര്യാദകളും ഒന്നും ഗൗനിക്കാതെയും നമസ്കാരത്തിന്റെ പ്രധാനപ്പെട്ട വശമായ അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണ, അത് ഏത് കർമ്മമാവട്ടെ അതിൽ അള്ളാഹുവിന്റെ സ്മരണ ഇല്ല എങ്കിൽ അത് വെറുതെ പാഴാണല്ലേ. അപ്പൊ അങ്ങനെ ഒന്നും ഓർമ്മിക്കാതെ, ശരിക്കും അള്ളാഹുവിനെ സ്മരിക്കാതെ ഓർമ്മിക്കുന്ന നമസ്കാരം അത് കോഴി കൊത്തും പോലെ വേഗത്തിൽ 4 കൊത്തും എന്ന് പറഞ്ഞതാണ്. 4 റക്കാത്ത് കുമ്പിടുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അതിനെ പറ്റിയാണ് കേട്ടോ. അപ്പോ അങ്ങനെയുള്ള നമസ്കാരം ആണോ നമ്മുടേത് എന്ന് നമ്മൾ ഓരോരുത്തരും വിലയിരുത്തുക. നമ്മൾ എത്രയും പെർഫെക്ഷനായിട്ട് കൊടുക്കുകയും നമസ്കാരത്തിനും ശുഷ്കാന്തിയോട് ചെയ്യുന്നു എന്ന് നമ്മൾ ഓരോരുത്തരും വിലയിരുത്തുക. ഇതെല്ലാം നമ്മുടെ അള്ളാഹുമായിട്ടുള്ള കണക്ഷന്റെ അല്ലെ ഏറ്റവും വലിയൊരു ഭാഗമാണ്. നമസ്കാരം എന്ന് പറയുന്നത് നമ്മുടെ ഇബാദത്തിന്റെ കാതലായ വശമാണ് അല്ലെ, ഏറ്റവും മുന്നിട്ട് നിൽക്കുന്ന ഇബാദത്താണ്. അപ്പൊ അത് വളരെ നന്നായി ചെയ്യുവാൻ പറയണം. കാരണം എന്താണ്? കാരണം ഈ വയലുള്ളിൽ മുസ്വല്ലി, നമസ്കാരക്കാർക്കാണ് നാശം. കാരണം എന്താണ്? നമസ്കാരത്തിൽ അലസത കാണിക്കുക, സമയം ശ്രദ്ധിക്കാതിരിക്കുക അല്ലെ, മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ചെയ്യുക, ഇതൊക്കെ നാശമാണ് അവർക്ക്. ഇക്കൂട്ടർക്ക് അള്ളാഹുവിന്റെ തൃപ്തിക്ക് മാത്രം ചെയ്യാതെ മറ്റുള്ളവരെ കാണിക്കുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. അതുകൊണ്ട് അതെല്ലാം വെറും പാഴാണ്. മാത്രമല്ല അവരുടെ ക്വാളിറ്റി എന്താണ്? ഒരു അഴുക്ക സ്വഭാവമാണ് അല്ലെ, ഒരു ദുർഗുണമാണ് അവർ മറ്റുള്ളവർക്കുള്ള സഹായത്തെ തടയുക എന്നുള്ളത്. ഓക്കെ, ക്ലിയർ ആണോ? എല്ലാവർക്കും അർത്ഥം ക്ലിയർ ആയല്ലോ? ഈ ആയത്തിലൊന്ന് പറഞ്ഞേ, എന്ന് പറഞ്ഞേ. ഇതുവരെ പറയാത്ത ഒരാൾ അർത്ഥം പറഞ്ഞേ. അല്ലദീനഹും ഒരു കൂട്ടർ കാണുന്നില്ലേ? അൻ സ്വലാത്തിഹിം, പറഞ്ഞോളി, കേട്ടൂടാ. അവരുടെ നമസ്കാരങ്ങളെ കുറിച്ച് സാഹൂൻ, എന്താണ്? അശ്രദ്ധരാണ്. പിന്നെയോ അല്ലദീനഹും യുറാഊൻ അല്ലെ, റിയാ ആണല്ലേ, ലോകമാന്യത. ചെറിയ ശിർക്കെന്നാണ് പറഞ്ഞിരിക്കണം അല്ലെ. ശിർക്കിന്റെ കൂട്ടത്തിൽപ്പെട്ട ഒരു ചെറിയ ശിർക്കാണ് മറ്റുള്ളവർക്ക് നമ്മൾ പ്രവർത്തിക്കുക എന്നുള്ളത്. അപ്പൊ അതിവിടെ എടുത്തു പറയുകയാണ്. അല്ലദീനഹും യുറാഊൻ, അവർ കാണിക്കാൻ വേണ്ടി ചെയ്യുന്നു അല്ലെ. പിന്നെയോ എന്ത് സഹായം, പരസ്പര സഹായങ്ങളെ അവർ തടയുകയും ചെയ്യുന്നു. അതായത് ചെറിയ ചെറിയ സാധനങ്ങളായിരിക്കും നമ്മൾ ചോദിക്കുക അല്ലെ. അയൽപക്കക്കാർ വരിക, ആവശ്യങ്ങൾ ചോദിക്കുമ്പോ നമ്മള് അത് കൊടുക്കില്ല അല്ലെ. പലരും പല മനസ്ഥിതിയായിരിക്കും, പല ചിന്തകളായിരിക്കും അല്ലെ. ചിലർക്ക് പിശുക്കായിരിക്കും, കൊടുക്കാനും മടിയായിരിക്കും, മറ്റുള്ളവർക്ക് നന്മ ചെയ്യാനൊന്നും ഒരു മനസ്സും ഉണ്ടാവില്ല. അങ്ങനെയൊക്കെയുള്ളവർ ദീനിന് പുറത്താണ് അല്ലെ. ദീനിന് ശരിക്കും മറ്റുള്ളവരെ സഹായിക്കലാണ്, നിസ്സാരമായ സഹായമാണെങ്കിൽ പോലും. ഇൻഷാ അല്ലാഹ്. അപ്പൊ അവിടെ സൂറത്ത് അവസാനിച്ചു. ഇനി നമുക്ക് മനസ്സിലാക്കേണ്ടത് കർത്താവ് കർമ്മം ക്രിയാതെ, നേരത്തെ പറഞ്ഞ പോയിന്റിലേക്ക് വരണേ. റെഡി? ഫതഹയുടെ പറഞ്ഞല്ല, ഉദയം കഴിഞ്ഞ് നിസ്കരിക്കാൻ പാടില്ല. ഉദയം കഴിഞ്ഞത് 20 മിനിറ്റ് കഴിഞ്ഞ് കേൾക്കുന്നില്ല എന്ന് പറയുന്നുണ്ട്. പറഞ്ഞല്ലോ, ഉദയം കഴിഞ്ഞാൽ നിസ്കരിക്കാൻ പാടിക്കാണ്. ഉദയം കഴിഞ്ഞിട്ട് 20 മിനിറ്റ് സ്വഭയ്ക്ക് നിസ്കരിക്കാണ്ട്. അതുണ്ട്, അല്ല അതുണ്ട്. അല്ലാതെ ഇപ്പൊ അസറിന്റെ എൻഡിങ് നമുക്ക് പ്രത്യേക ടൈമുകൾ, നമസ്കാരം വിരോധിക്കപ്പെട്ട സമയങ്ങളുണ്ട്. അതാ ഞാൻ ഉദ്ദേശിച്ചത്. അതെ, അങ്ങനെ ടൈം നിരോധിക്കപ്പെട്ട സമയമുണ്ട്, അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അത് ആരുടെ ആരാധനയാണ്? അത് അവിശ്വാസികളുടെ ആരാധനയാണ്. ഓക്കെ, അത് നമ്മളിപ്പോ അല്ലാതെ ഇപ്പം നമസ്കാര സമയം നമ്മൾ ഉറങ്ങിപ്പോയി അറിയാതെ എന്നുമല്ല, ഒരു ദിവസം ലേറ്റ് ആയിപ്പോയി, പക്ഷെ നമ്മൾ എണീക്കുന്ന ആ ടൈമിൽ തന്നെ അങ്ങ് നമസ്കരിക്കുക സുബഹി, അങ്ങനെയുണ്ട്. പക്ഷെ അല്ലാതെ ഈ മടിയന്മാരുടെ അവസ്ഥയാ പറയുന്നത്. അത് കപട വിശ്വാസികളാണ് അങ്ങനെ ചെയ്യുന്നതെന്നാണ് എടുത്തു പറയുന്നത്. കപട വിശ്വാസികളാണത്. കാരണം നമസ്കാരത്തെ അതിന്റെ എൻഡിങ്ങിൽ ചെയ്ത് അവസാനം കൊണ്ടിട്ട് പെട്ടെന്ന് 4 കൊത്തി നമസ്കരിച്ചു എന്ന് വരുത്തി തീർക്കുക എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. മനസ്സിലായോ? അങ്ങനെ നമസ്കാരം അത് കപട വിശ്വാസികളുടെ നമസ്കാരമാണ്. നമ്മൾ എന്താ വേണ്ടത്? ബാങ്കിടുമ്പോ വക്കത്തിൽ നമസ്കരിക്കുക. നമ്മൾ അല്ലാതെ എന്താണ്
നമ്മള് ഉദയം കഴിഞ്ഞിട്ട് ഇപ്പൊ ഒരു മണിക്കൂറും നമ്മൾ സുബൈ കഴിഞ്ഞിട്ട് ഒരു മണിക്കൂർ 20 മിനിറ്റ് കഴിഞ്ഞിട്ട് 2 റക്അത്ത് നിസ്കരിക്കുന്ന ഇങ്ങനെ നിസ്കരിക്കാൻ പറ്റുമോ? അതൊക്കെ ഉണ്ട്, അതൊക്കെ സഹിയായ കാര്യങ്ങളാണല്ലോ. അതൊക്കെ ഇഷ്റാഖ് നിസ്കാരം, ളുഹ, അങ്ങനെയെല്ലാം ഉണ്ട്. ഞാൻ അതല്ല പറയുന്നത്, മനസ്സിലായോ? ഫർളായ നിസ്കാരത്തെ കുറിച്ചിട്ടല്ലേ ടീച്ചർ ഇഷ്റാഖ് 7 മണി കഴിയുമ്പോ പിന്നെ ളുഹ ആയി. അപ്പൊ അതൊക്കെ ടൈം ബേസിൽ നമുക്കുണ്ട്. നമ്മൾ അല്ലാതെ മടിച്ചിട്ട് ഉറങ്ങിക്കിടന്ന് അവസാനത്തിൽ ചെയ്യുന്ന കാര്യങ്ങളാണ് ഈ പറയുന്നത്, മനസ്സിലായോ? ആ, നമസ്കാരത്തിന്റെ കൃത്യ ടൈം നമ്മൾ പാലിക്കാതെ തോന്നും പോലെ അസറിനെ വിളിച്ചിട്ട് നമ്മൾ എന്താ ചെയ്യാ, 6 മണി ആകുമ്പോ അവസാനം പോയിട്ട് അസർ നമസ്കാരം, അത് തെറ്റാണ്. അതൊരിക്കലും, അത് കപടവിശ്വാസികളാണ് അത് ചെയ്യുക. നമ്മളെന്താ ബാങ്ക് കേട്ടാൽ ആ വക്കത്തിൽ ചെയ്യാൻ ശ്രമിക്കുക എപ്പോഴും. അതാണ് അതാണ് ഏറ്റവും ഇഷ്ടം. നമ്മൾ വിളിക്കുമ്പോൾ ഉടനെ വിളിയാക്കുന്നല്ലേ ഇഷ്ടം. നമ്മളിപ്പോ വാപ്പ ഉമ്മമാര് മക്കളെ വിളിക്കുമ്പോ എപ്പോഴാ വിളിയേക്കുക? പിന്നെ എപ്പോഴെങ്കിലും തോന്നുമ്പോഴാണോ വിളിയേക്കാറില്ല അല്ലേ? വിളിക്കുന്ന ആ സമയത്തും വിളി കേട്ടാലല്ലേ അതിനൊരു എന്താണ് അനുസരണയുള്ളൂ. അപ്പൊ എന്നതുപോലെ നമ്മളും ബാങ്കിടുമ്പോ ആ ടൈം ചെയ്യാൻ നമ്മളങ്ങനെ റെഡി ആവുക. നമ്മൾ നമസ്കരിക്കാൻ വേണ്ടിയാണല്ലോ ഈ ഭൂമി ഇരിക്കുന്നത് അല്ലെ. അള്ളാഹുവിനെ ഇബാദത്തിൽ ഏറ്റവും വലിയ ടോപ്പിൽ നിൽക്കുന്നത് എന്താണ്? നമസ്കാരമാണ് അല്ലെ. അപ്പൊ അത് ഏറ്റവും പെർഫെക്ഷൻ ആയിട്ട് ആ ടൈമിൽ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഒന്നാമത്തെ ഡ്യൂട്ടി. അപ്പൊ നമ്മളിപ്പോ എല്ലാ വീട്ടു ജോലികളും കഴിഞ്ഞ് കുളിച്ച് നിറച്ച് എല്ലാം കഴിഞ്ഞ് വരുമ്പോഴാണ് അസറത്താറാകുമ്പോഴാണ് പെണ്ണുങ്ങൾ ളുഹർ നമസ്കരിക്കുക. ആണോ? അങ്ങനല്ലേ നമ്മൾ ഒരു കാലഘട്ടം വരെ ചെയ്തിരുന്നത്? അറിവില്ലാതിരുന്നപ്പോ അല്ലെ. അതെ അൽഹംദുലില്ലാഹ് പഠിച്ച് അതിരുന്നപ്പോ ഒരുപാട് മനസ്സിലാക്കിയിട്ട് ചെയ്തിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ് മാഷാ അല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. നമ്മൾ ഒത്തിരി മാറി നമ്മൾ ഓരോരുത്തരും. അത് സ്വയം നമ്മളെല്ലാം അത് വിലയിരുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ അത് എടുത്ത് പറഞ്ഞത്. ഇൻഷാ അല്ലാഹ്. ഓക്കെ, വേറൊന്നില്ല, തിരിച്ചു പോവരുത് പറഞ്ഞതില്. ഓക്കെ, ഇൻഷാ അല്ലാഹ്. ഓക്കെ, ലുഹായി ഇസ്രാഖൊന്നും അത് പെടുന്നതല്ല. അത് പറഞ്ഞ വേറെ രീതിക്കാണ് ഞാൻ പറഞ്ഞത്. മടിച്ചു കിടന്നിട്ടുള്ളവരെ കാര്യമായി പറയുന്നത്, നമസ്കാരത്തെ മടിച്ചു പിന്തിക്കുന്നവരെ കാര്യമാണ് പറഞ്ഞത്. ഓക്കെ, ശരി. അപ്പൊ നമ്മള് ഗ്രാമറിലേക്ക് വരാം. നെക്സ്റ്റ് നമ്മൾ നേരത്തെ പറഞ്ഞു വെച്ചത് തന്നെ ഫതഹ എന്നുള്ള വെർബ് കിട്ടി. അപ്പൊ അതിന്റെ എന്താണ്? കർത്താവ്, കർമ്മം, ക്രിയാധാതു. കർത്താവ് അറിയാം, ഫാത്തിഹൻ, കർമ്മം മഫ്തൂഹൻ. അപ്പൊ ഇനി നമ്മൾ പറയുന്നത് ഫത്ഹുൻ, അതായത് ആ കർമ്മം, ആ ചെയ്യൽ, ആ തുറക്കൽ എന്നുള്ളത് നമ്മൾ എന്ത് വേർഡ് ഉപയോഗിക്കും? ഫത്ഹുൻ. കണ്ടോ? ഫത്ഹുൻ. ഓക്കെ. അതുപോലെ ജഅല, അവനാക്കി. ജാഇലുൻ, കർത്താവ്. മജ്ഊലുൻ, കർമ്മം. ജഅലുൻ, ആക്കൽ. കണ്ടോ? പുതിയൊരു വേർഡ്. അപ്പൊ ഇത്രയുമാണ് നമ്മൾ 3 രൂപങ്ങളാണ് ഇന്ന് പഠിക്കുന്ന പുതിയ പരിചയപ്പെടുന്ന വെർബിന്റെ രൂപങ്ങൾ. ഓക്കെ, കർത്താവ്, കർമ്മം, ക്രിയാധാതു. ഇതെല്ലാം അവസാനിക്കുന്നത് തൻവീനിലാണ്. കണ്ടോ? മറ്റൊന്നും തൻവീൻ അല്ല അല്ലെ. നമ്മൾ നോക്കി കണ്ടിട്ടുണ്ടല്ലോ. ലൊമ്മോ ഫതഹോ സുക്കൂനൊക്കെ ആയിരിക്കും. പക്ഷെ ഇവിടെ എന്താണ്? ജാഇലുൻ, മജ്ഊലുൻ, ജഅലുൻ. ഓക്കെ. അതുപോലെ ബഅസ, ബാഇസുൻ, മബ്ഊസുൻ, ബഅസുൻ. കണ്ടോ? നിയോഗിക്കൽ, ബഅസുൻ. ഞാൻ ഈ പറയുന്ന പോയിന്റ് എല്ലാരും എത്തിയോ? അതോ ഞാൻ പോകുന്നോ? എല്ലാരും ബാക്കിലാണോ? എല്ലാരും ഓക്കെ ആണോ? ഒന്ന് പറഞ്ഞേ, എല്ലാരും മറുപടി പറഞ്ഞേ. ഓക്കെയാണ്, എല്ലാരും ഓക്കെയാണ്. അപ്പം ഒന്നും ഇതിനൊക്കെ ഉത്തരം ഒന്ന് പറഞ്ഞേ. ബഅസ, കർത്താവ് എങ്ങനെ ഇരിക്കും? ബാഇസുൻ. കർത്താവ് നമ്മൾ എങ്ങനെ വിളിക്കും? ബാഇസുൻ, നിയോഗിക്കുന്നവൻ അല്ലേ. ആ, മബ്ഊസുൻ, കർമ്മം, ആ നിയോഗിക്കുന്നത് അല്ലെ, നിയോഗിക്കപ്പെടുന്നത്. മബ്ഊസുൻ. ഇനി നിയോഗിക്കൽ എന്നെങ്ങനെ നമ്മൾ പറയും? ബഅസുൻ. മൂന്നാമത്തെ വേർഡാണ് ക്രിയാധാതു, ബേസ് വേർഡ്. ഒരു വേർഡിന്റെ റൂട്ട് വേർഡ് ബഅസുൻ എന്ന് പറയുന്നതാണ്. ഓക്കെ, ആക്ഷൻ വേർഡ് എന്ന് പറയും. റഫ നോക്കാം. റഫ, അവൻ ഉയർത്തി. അപ്പൊ ഉയർത്തുന്നവൻ എങ്ങനെ പറയും? എന്ന് പറഞ്ഞു നോക്കിയേ. റാഫിഉൻ. ഓക്കെ, ഉയർത്തപ്പെടുന്നത് എങ്ങനെ പറയും? മർഫൂഉൻ. ഓക്കെ, ആ ഉയർത്തൽ എങ്ങനെ പറയും? റഫ്ഉൻ. റഫ്ഉൻ. ഓക്കെ, സുക്കൂൻ കൊടുത്തിട്ട് റഫ്, ഫായിന് സുക്കൂൻ, ഐന് ദമ്മ, തൻവീൻ, റഫ്ഉൻ. ഓക്കെ, ക്ലിയർ? നെക്സ്റ്റ് ജമഅ. ജമഅ കൂട്ടി, അവൻ ഒരുമിച്ച് കൂട്ടി. ജാമിഉൻ, ഒരുമിച്ച് കൂട്ടുന്നതാണ് ജാമിഉൻ. ഒരുമിച്ച് കൂട്ടപ്പെടുന്നത് മജ്മൂഉൻ. ഓക്കെ, ഒരുമിച്ച് കൂട്ടൽ ജംഉൻ. നമ്മൾ നമസ്കാരം ജമാക്കിന്ന് എങ്ങനെ പറയാ? ജംഅ്, ഈ വേർഡാണ്. ഉണ്ടോ? നമ്മൾ ഒരുമിച്ച് ചേർത്തു അല്ലെ. നമസ്കാരത്തെ ലൊഹറും അസറും ഒക്കെ നമ്മൾ യാത്രയില് ജംആക്കി, ജംഉ കസ്റുആക്കി എന്നൊക്കെ പറയില്ലേ? ഇല്ലേ കുട്ടികളെ? ഓക്കെ. അപ്പൊ വേർഡുകൾ നിങ്ങൾക്കൊന്ന് ഓർമ്മയിൽ കൊണ്ടുവരാൻ അതൊക്കെ കണക്ട് ചെയ്ത് പറയുന്നത്. ഓക്കെ, മന എങ്ങനെ പറയും? തടയുന്ന എങ്ങനെ പറയും? മാനി. ആ, കർമ്മം എങ്ങനെ പറയും? തടയൽ എങ്ങനെ പറയും? മൻഉൻ. ഓക്കെ, മൻഉൻ. മാഷാ അല്ലാഹ്, ജസാക്കുമുല്ലാഹ് ഖൈറൻ. ഓക്കെ, അതുപോലെ ഫഅല, അവൻ പ്രവർത്തിച്ചു അല്ലെ. അപ്പൊ പ്രവർത്തിക്കുന്നു എന്ന് എങ്ങനെ പറയും?
ഫാഇലുൻ. കർമ്മം എങ്ങനെ പറയും? മഫ്ഊലുൻ. പ്രവർത്തനം എങ്ങനെ പറയും? ഫിഅൽ. കണ്ടോ? ഫിഅൽ. ഓക്കെ. ഇനി സ്വനഅ, അവൻ നിർമ്മിച്ചു. നിർമ്മിക്കുന്നവൻ എങ്ങനെ പറയും? സ്വാനിഅ. നിർമ്മിക്കപ്പെടുന്നത് എങ്ങനെ പറയും? മസ്നൂൻ. നിർമ്മാണം എങ്ങനെ പറയും? സുൻഉൻ. കണ്ടോ? അപ്പം ഇത് ഈ ലാസ്റ്റ് വരുന്ന ക്രിയാധാതുവില് ചെറിയ ചെറിയ വേരിയേഷൻ വരെ നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ആ വേർഡുകൾ അങ്ങനെ വന്നോളൂ. ഓക്കെ, ക്ലിയർ ആണല്ലോ? അടുത്തത് ദഹബ, അവൻ പോയി എന്നാണ്. അപ്പൊ പോകുന്നവൻ കർമ്മം മദ്ഹൂബ്. ആ പോകൽ എങ്ങനെ പറയും? ഓക്കെ, ഓക്കെ. ഇനി അടുത്ത ഷഫഅ, ശുപാർശ ചെയ്തു. അല്ലേ? പിന്നെ മഷ്ഫൂഉൻ, കർമ്മം മഷ്ഫൂഉൻ. ഇനി ശുപാർശ എങ്ങനെ പറയും? അല്ലേ? ഷഫാഅത്ത് അല്ലേ? നമ്മൾ പറയില്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഷഫാഅത്ത് നമുക്ക് കിട്ടണമെന്ന്? ശുപാർശ. ഓക്കെ, ശുപാർശ. ക്ലിയർ ആണോ എല്ലാവർക്കും കുട്ടികളെ? ഓക്കെ ആണോ? ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവും അല്ലെ? ക്രിയാധാതുവില് കുഞ്ഞു കുഞ്ഞു മാറ്റം വരും. സാരമില്ല, നമ്മൾ പ്രാക്ടീസ് ചെയ്യും, ഇനിയും ചെയ്യും. ഓക്കെ, ഒന്നുകൂടെ വേണമെങ്കിൽ നോക്കാം. നോക്കിയേ, നമ്മൾ പഠിച്ചെന്നെ മനസ്സിലാക്കണം അല്ലെ? അത് നമ്മൾ പ്രാക്ടീസ് ദിവസം ഇങ്ങനെ പറയിക്കല്ലേ നിങ്ങൾ കുട്ടികളെ കൊണ്ട്. ലീഡേഴ്സ് ദിവസവും ഓരോ വെർബിനെ പറ്റി കംപ്ലീറ്റ് ഇടുക. ഇപ്പൊ 16 3 19 നമ്മൾ പഠിച്ചു അല്ലെ? 19 രൂപങ്ങൾ നമ്മൾ പ്രാക്ടീസ് ചെയ്യിക്കുക. ഇപ്പൊ ബഅസ അല്ലെങ്കിൽ ഇതാ ഇത് പറഞ്ഞു ഫതഹ, ഫാത്തിഹൻ, മഫ്തൂഹുൻ, ഫത്ഹുൻ. ജഅല, ജാഇലുൻ, മജ്ഊലുൻ, ജഅലുൻ. കർത്താവ്, കർമ്മം, ക്രിയാധാതു. കേട്ടോ? കർത്താവ് ജാഇലുൻ, കർമ്മം മജ്ഊലുൻ, പിന്നെ ക്രിയാധാതു എന്താ? ജഅലുൻ. ക്ലിയർ ആണോ? ഇതുപോലെ പറയിക്കുക. എന്നിട്ട് മൊത്തം രൂപങ്ങൾ ആദ്യം മുതലേ പറയിക്കുക. അപ്പൊ മാഷാ അല്ലാഹ് വേഗം നിങ്ങൾക്ക് വന്നോളൂ. ഇത് പ്രാക്ടീസ് ആണ് ഇതിന്റെ ബേസ്. ഒരു വട്ടം നിങ്ങൾ എഴുതുക ഇൻഷാ അല്ലാഹ്. എല്ലാം കൂടെ ഒരുമിച്ച് വേണ്ട, ഓരോ ദിവസം ഓരോന്നായിട്ട് എഴുതിയാൽ മതി. ഓക്കെ. ബഅസ, ബാഇസുൻ എന്ന് പറഞ്ഞേ. ബഅസ, ബാഇസുൻ, മബ്ഊസുൻ, കർമ്മം, ക്രിയാധാതു ബഅസുൻ. നെക്സ്റ്റ് റഫഅ, റാഫിഉൻ, മർഫൂഉൻ, റഫ്ഉൻ. ഓക്കെ. ജമഅ, ജാമിഉൻ, മജ്മൂഉൻ, ജംഉൻ. മനഅ, മാനിഉൻ. കണ്ടോ? തൈന്നവൻ. നമ്മൾ പറയില്ലേ, അല്ലാഹുമ്മ മാനിഅ ലിമാ അതൈത പറയില്ലേ? മാനിഅ. അർത്ഥം വന്നോ? മാനിഅ ഓർമ്മയുണ്ടോ? എന്താ? തടയുന്നവൻ. തന്നത് തടയാൻ ആരുമില്ല അല്ലെ? അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അതൈത നമ്മൾ പറയാറില്ലേ നമസ്കാരത്തിന് ശേഷം? മാനിഅ വേർഡ് വന്നുണ്ടോ? ഇങ്ങനെ നമുക്ക് ഓരോ അർത്ഥങ്ങൾ ക്ലിക്ക് ചെയ്യുക, രൂപങ്ങൾ പിടിയിട്ടുമ്പോ പെട്ടെന്ന് മനസ്സിലാവും. ഓക്കെ. മനഅ, മാനിഉൻ, മംനൂഉൻ, മൻഉൻ. നെക്സ്റ്റ് ഫഅല, ഫാഇലുൻ, മഫ്ഊലുൻ, ഫിഅലുൻ. സനഅ, സാനിഉൻ, മസ്നൂഉൻ, സുൻഉൻ. നിർമ്മാണം. ذهب، ذاهب، مغلوب، ذهاب. ما شاء الله. شفع، شافع، مشفوع، شفاعة. ما شاء الله, ما شاء الله. جزاكم الله خيرا. എല്ലാവർക്കും ഇതുവരെ ഉള്ളത് ക്ലിക്ക് ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ ആണോ? ഓക്കെ ആണോ? അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. ജസാക്കുമുല്ലാഹു ഖൈറ, ബറകല്ലാഹു ഫീക്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. നമ്മൾ ഇന്നത്തെ പഠന പുരോഗതി നോക്കിയേ. 77,500 വാക്കുകളാണ് ഖുർആനില്. എത്രയാ? 77,500. നമ്മള് 29,809 വാക്കുകൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. സുബ്ഹാനല്ലാഹ്, മാഷാ അല്ലാഹ്. അത്ഭുതകരമായ ഒരു പഠനമാണ് അല്ലെ? മാഷാ അല്ലാഹ്. എല്ലാവർക്കും അത് ഫീൽ ചെയ്യുന്നുണ്ടോ? ഖുർആൻ ഓതുമ്പം അത് ശരിക്കും ഫീൽ ചെയ്യും. വരും ഇൻഷാ അല്ലാഹ്, ഇൻഷാ അല്ലാഹ്. കൂടുതൽ ഓരോ ആഴ്ച കഴിയുമ്പോൾ നിങ്ങൾക്ക് അത് ക്ലിക്ക് ചെയ്യും. നോക്കിയോളൂ. ഇത് നോക്കാം നമുക്ക്. റെഡിയാണോ എല്ലാരും? ഇതുകൂടെ നോക്കാവോ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖാലു ദുഅ ലനാ. ലന എങ്ങനെ വന്നു? ലന, ലഹു, ലഹും, ലക, ലക്കും, ലീ, ലനാ, ഞങ്ങൾക്ക് വേണ്ടി അല്ലെ? റബ്ബക എന്താ അർത്ഥം? നിന്റെ റബ്ബ്. മാഷാ അല്ലാഹ്. ലന പിന്നെയും വന്നു. ലന ഞങ്ങൾക്ക് വേണ്ടി. മാ എന്തോന്ന്? ഹിയ അവൾ. ഇന്ന അറിയാം. ഇന്നെന്താ? അലൈന. അലൈന എന്താ അർത്ഥം? ഞങ്ങളുടെ മേൽ. മാഷാ അല്ലാഹ്.
ജസാക്കുമുല്ലാഹു ഖൈറ. അലൈന വ ഇന്നാ എന്താ അർത്ഥം എന്ന് പറഞ്ഞേ? ഇന്നാ നിശ്ചയമായും നിശ്ചയമായും നാം അല്ലെ? നാം. അള്ളാഹു പറയുമ്പോൾ നിശ്ചയമായും നാം, അല്ലെങ്കിൽ നമ്മൾ പറയും ഞങ്ങൾ എന്നല്ലേ? ഇന്നാ. എല്ലാവരും ശ്രദ്ധിച്ചേ, ഇന്നാന്നാണ് നീട്ടിയാ പറഞ്ഞത്. ഇന്നാ നമ്മൾ എവിടെ പഠിച്ചു? ഇന്നാ ഒന്ന് പറഞ്ഞേ. അപ്പൊ ഇന്നാ ഇൻഷാ ഇന്നെന്താ? ഇൻഷാ നമ്മൾ പഠിച്ചു അല്ലെ? ഇന്നാ ഇൻഷാ നമ്മൾ പറഞ്ഞില്ലേ എന്താണ്? എങ്കിൽ അല്ലെ? അള്ളാഹു ഉദ്ദേശിച്ചെങ്കിൽ, എങ്കിൽ ഇൻഷാ ഇൻ ഇന്നമാ നമ്മൾ പഠിച്ചു, ഓർമ്മയുണ്ടോ? ഇന്ന ഇന്നമാ എങ്കിൽ ഇന്നമാ ഇന്നമാ പറഞ്ഞ ഇന്നമല അമാലു ബിന്നിയാന്ന് പറഞ്ഞല്ലേ? നിശ്ചയം മാത്രമാണ്. അപ്പൊ ഇവിടെ ഇൻഷാ അള്ളാഹ് ഉദ്ദേശിച്ചെങ്കിൽ. ഇന്നഹു എന്താ അർത്ഥം? ഇന്നഹു നോക്കിയേ, ഇന്നഹു അവൻ. ഓക്കെ, ഇന്നഹ അടുത്ത നോക്കിയേ, ഇന്നഹ അവൾ, അവൾ. ലാ എന്താ അർത്ഥം? ലാ അല്ല. ഓക്കെ, അറുന്നറിയാം. അറുന്ന് എന്താ അർത്ഥം? ഭൂമി. അറുന്നറിയാം. മാഷാഅല്ലാഹ്. വല പിന്നെയും അല്ല എന്നാ പറയണ അല്ലെ? പിന്നെയും വരുന്നുണ്ട് ലാ, ഇല്ല, അല്ല എന്ന് തന്നെ. ഫീഹ എന്താ അർത്ഥം? അതിലുണ്ട്, അല്ലെങ്കിൽ അവളിലുണ്ട് അല്ലെ? അതിലുണ്ട്. അൽ ആന പഠിച്ചിട്ടില്ല എന്ന് തോന്നുന്നു അല്ലെ? നമ്മൾ അത് കേട്ട വാക്കുകളാണ് ആന ഇപ്പോൾ അല്ലെ? അൽ ആന. ബിൽ ഹഖ് എന്താ? ബിൽ ഹഖ് സത്യം കൊണ്ട് അല്ലെ? സത്യത്തിൽ, അല്ലെങ്കിൽ സത്യം കൊണ്ട്. ബിൽ ഹഖ്. വമാ കാണുന്നുണ്ടോ? വമാ എന്താണോ അത് അല്ലെ? അല്ലെങ്കിൽ നെഗറ്റീവ് ആവാം, ക്വസ്റ്റ്യൻ ആവാം. ഓക്കെ, യഫ്അലൂൻ പറഞ്ഞ യഫ്അലൂൻ അർത്ഥം പ്രവർത്തിക്കുന്നു, അവർ പ്രവർത്തിക്കുന്നു. മാഷാഅല്ലാഹ്. യഫ്അലൂൻ. ഇതെന്താ അർത്ഥം? കഴിഞ്ഞ സന്ദർഭം അല്ലെ? ഇത് കഴിഞ്ഞു. ഫീഹ അവൾ, ഫീഹ എങ്ങനെ വന്നു? ഫീഹ ഒന്ന് പറഞ്ഞേ. ഫീഹി, ഫീഹിം, വല്ലാഹു മുഖ്രിജും മാ കുന്തും. മാ എന്താണോ അതല്ലേ? മാ കുന്തും തക്തുമൂൻ. അടുത്ത എന്താണ്? അല്ലാഹു അറിയാം. ആയാത്തിഹി എന്താ ആയാത്തിഹി അർത്ഥം? അവന്റെ ആയാത്തുകൾ. ഓക്കെ, അവന്റെ എങ്ങനെ വന്നു? ആയാത്തിഹി. കണ്ടോ ആ ചെറിയ കുഞ്ഞിഹ? കണ്ടോ? ആയത്ത് പ്ലസ് ചേർക്കുമ്പോഴാണ് ആയാത്തിഹി ആയത് കേട്ടോ. അവന്റെ ദൃഷ്ടാന്തങ്ങൾ അല്ലെങ്കിൽ ആയത്തുകൾ. ഓക്കെ, അപ്പൊ അൽഹംദുലില്ലാഹ്, ജസാക്കുമുല്ലാഹു ഖൈറ, ബറകല്ലാഹു ഫീക്. നമ്മുടെ ക്ലാസ് ഇവിടെ എൻഡ് ആവേണ്. അൽഹംദുലില്ലാഹ്, ഇതുവരെയുള്ള കാര്യങ്ങളെല്ലാം ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. പ്രാക്ടീസ് ആണ് വേണ്ടത് ഇൻഷാ അല്ലാഹ്. ഓക്കെ, എല്ലാവർക്കും ക്ലിയർ ആണല്ലോ? അപ്പൊ നമ്മുടെ എല്ലാ ചൊവ്വാഴ്ചയാണുള്ളത്, അല്ല എല്ലാ ബുധനാഴ്ചയാണ്. എല്ലാ ബുധനാഴ്ചയും. അപ്പോ ഇൻഷാ അല്ലാഹ് നമുക്ക് ഇവിടെ നിർത്താം. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക നശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത നസ്തഗ്ഫിറുക വനതുബു ഇലൈക്. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂൻ വസലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. وآخر دعوانا الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته. ആമീൻ വയ്യക്കും. എല്ലാവരും ക്ലിയർ ആണല്ലോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കും, അല്ലെങ്കിൽ ഗ്രൂപ്പിൽ ചോദിക്കാം, പേഴ്സണൽ ആയിട്ടൊക്കെ ചോദിക്കാം. ഇൻഷാ അല്ലാഹ്. ഓക്കെ ആണല്ലോ? ഓക്കെ. ശരി എന്നാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഹലോ. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഹലോ, ഇതിൽ നജാത്ത് ഉണ്ടോ? ഷക്കിയ സ്റ്റോപ്പ് ക്ലാസ്. എന്റെ കോള് കാണുന്നില്ല, എന്റെ ആക്കുന്നതേ കാണുന്നുള്ളൂ.
ടീച്ചർ കോൾ കട്ട് ചെയ്യുന്നുണ്ടോ? എന്റെ കൂടെ കാണുന്നില്ല മേലെ. മേലെ ടൂൾസിലോ ചാറ്റിലോ ഇൻഫർമേഷൻ. സ്ക്രീൻ ഷെയർ സ്റ്റോപ്പ് ആയില്ലേ? റോഡ് പോണ്ടല്ലോ നടക്കുന്ന. ഇത് വേറെ ക്ലാസ്സിലെ ആളാ? ടീച്ചർക്ക് എൻറോൾ ചെയ്യാൻ കഴിയോ? ടീച്ചർ പറഞ്ഞിരുന്നു ഓപ്ഷൻസിന്റെ മുകളിൽ എന്താ എന്തില്ലേ അഞ്ഞോലം എന്താണ് പഠിച്ചത് പോരെ? മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാഹ്. പിന്നെ കാണിക്കണം സ്റ്റോപ്പ് ഷെയറിംഗ്.